ഷറഫിക്കന്റെ കൂടെയാണ്, പിന്നെ അതില് സെക്കൻഡ് ലീഡായിട്ട് ചെയ്യാൻ പറ്റുന്നു. ഷറഫിക്കന്റെ കൂടെ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നു. പ്രതീക്ഷിച്ചിട്ടേ ഇല്ല, നമ്മളെല്ലാം അയക്കുന്നത് പോലെ അയച്ചതാണ്. ഫസ്റ്റ് പ്രൊഫൈൽ ഷോർട്ട് ലിസ്റ്റ് ആയി, പിന്നെ ഓഡിഷൻ വിളിച്ചു. ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഒരുപാട് അങ്ങനെ കാണിച്ചിട്ടില്ല ടെൻഷൻ ഉള്ളത്. ഞാൻ പിന്നെ പെട്ടെന്ന് ആൾക്കാരോട് മിണ്ടും, കുറച്ച് എക്സ്ട്രോവേർട്ട് ആണ്. പറ്റുമെന്നുള്ള ഇത് ക്വസ്റ്റ്യൻ മാർക്ക് ഞാൻ വെക്കാറില്ല, അത് ഞാൻ ആലോചിക്കാറില്ല. പറ്റും, അങ്ങനെയാണല്ലോ നമ്മൾ ഇതിൽ വരുന്നത്. എല്ലാവരും ആദ്യം മലയാളത്തിൽ വന്നിട്ട് തമിഴിൽ പോവാണ്, ഇത് നേരെ റിട്ടേൺ ആണ്. ഹബീബി ചെയ്തത് ഒരു 3 years ബാക്ക് ആണ്. തമിഴിൽ ചെയ്യുന്നോ അല്ലെങ്കിൽ ഓക്കെ ആ ഇൻഡസ്ട്രി എങ്ങനെയായിരിക്കുന്നോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഡയറക്ടർ പേര് മീര കതിരവൻ എന്നാണ്. അപ്പം മീര സാറിന്റെ അടുത്ത് ഞാൻ ഓക്കെ പറഞ്ഞു, അങ്ങനെ ആ പ്രൊജക്ട് ഇന്നായി. വണ്ണം വെക്കാൻ എന്തൊക്കെ അൺഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുമോ അതൊക്കെ കഴിച്ചിട്ടാണ് വണ്ണം വെച്ചിരുന്നത്. വൺസ് നമ്മളെ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചത് ഇതിനെ ഇങ്ങനെ കുറയ്ക്കും, ഒരുപാട് കഷ്ടപ്പെടണം എന്ന് എനിക്കറിയാം. ഈ ഒരു ജേർണിയിൽ എന്നെ കൂടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ അമ്മ, അനിയൻ, ഇല്ലെങ്കിൽ ഈ ഫ്രണ്ട്സ് തന്നെയാണ്. മമ്മൂട്ടിയും മോഹൻലാലും ചോദിച്ചാൽ എനിക്ക് രണ്ടുപേരും ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ലാലേട്ടനെയാണ്. പോസിറ്റീവായിട്ട് കുറേ കാര്യം തോന്നിയിട്ടുണ്ട്. പ്രസന്റ് ഇപ്പൊ നിൽക്കുന്ന സ്റ്റേജിൽ ഓക്കെയാണ്, ഹാപ്പിയാണ്. സിനിമ സ്വപ്നം കണ്ട രീതിക്ക് ഞാൻ ഹാപ്പിയാണ്. ജോലി വിട്ട ഡിസിഷൻ അത് ഞാൻ അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ മേ ബി എനിക്ക് ഈ പറഞ്ഞ പോലെ മധുവിധുവും ഇല്ലായിരുന്നു, ഹബീബിയും ഇല്ലായിരുന്നു. ഉർവശി മാമിന്റെ കൂടെ ഇപ്പൊ ചെയ്തു. ഹാപ്പി. കോമ്പിനേഷൻ സീൻസ് അങ്ങനെ ഇല്ല നമുക്ക്, പക്ഷെ നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തത്. വെൽക്കം ടു ദ ഫിലിം സ്റ്റോറി മാൻ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മലയാളത്തിൽ മാത്രമല്ല അങ്ങ് തമിഴ്നാട്ടിൽ പോയിട്ട് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഹബീബി മൂവിയിലെ ലീഡ് ക്യാരക്ടർ ചെയ്തിട്ടുള്ള ഒരാളാണ് അനുശ്രയ രാജൻ. വെൽക്കം. താങ്ക് യു. അപ്പോൾ ആദ്യം തമിഴിൽ ചെയ്തു, അത് കഴിഞ്ഞിട്ട് മലയാളത്തിൽ മധുവിധു, അതും ഷർഫുക്ക. നമ്മൾ പ്രേമം തൊട്ടിട്ട് ഇപ്പോൾ കാണുന്ന ഷർഫുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ആളുകളുടെ ഓരോ ദിവസം നെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയുണ്ടായിരുന്നു? ഇതേപോലെ ഇൻസ്റ്റയിൽ എനിക്കിങ്ങനെ ഫ്രണ്ട്സ് ഷെയർ ചെയ്ത് തരുന്നു, കാസ്റ്റിങ്ങിൻ്റെ അങ്ങനെ ചെയ്തായിരുന്നു. സെക്കൻഡ് ഹീറോയിനെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ കാസ്റ്റിങ്ങിൻ്റെ അയച്ചിട്ടുണ്ടായിരുന്നു. അയച്ചു. ഫസ്റ്റ് പ്രൊഫൈൽ ഷോർട്ട് ലിസ്റ്റ് ആയി, പിന്നെ ഓഡിഷൻ വിളിച്ചു. ഓഡിഷൻ ഒരു 2 റൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ 2 റൗണ്ടും ക്ലിയർ ചെയ്തു. അത് ക്ലിയർ ചെയ്തിട്ട് ഞാൻ ഓക്കെ വിളിക്കുമായിരിക്കും, മേ ബി വിളിക്കില്ലായിരിക്കും, അങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷേ അതിൻ്റെ റൈറ്ററാണ് വിളിച്ച് സംസാരിച്ചു. ആ പടത്തിൽ ഇന്നായി. പക്ഷെ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല, നമ്മളെല്ലാം അയക്കുന്നത് പോലെ അയച്ചതാണ്. അത് ഭയങ്കര, എന്നിട്ട് ആ ഡയറക്ടറും നമ്മൾ സ്ക്രിപ്റ്റ് കേൾക്കാൻ വിളിച്ചപ്പോഴത്തേക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അത് ഷറഫിക്കൻ്റെ കൂടെയാണ്, പിന്നെ അതിൽ ഫസ്റ്റ് പടത്തിൽ തന്നെ ഒരു സെക്കൻഡ് ലീഡായിട്ട് ചെയ്യാൻ പറ്റുന്നു. ഇതൊക്കെ നമ്മുടെ ഹാർഡ് വർക്കിൻ്റെതും പിന്നെ ഈ പറഞ്ഞ പോലെ കറക്റ്റ് സമയത്ത് നമുക്ക് ആ പ്രൊജക്റ്റ് വന്നു. ഇല്ലെങ്കിൽ എന്താ പറയുക, ദൈവത്തിൻ്റെയും ഭയങ്കര ഒരു അനുഗ്രഹം എന്ന് വെച്ചാൽ കറക്റ്റ് സമയത്ത് ആ പ്രൊജക്റ്റ് വന്നത് ഭയങ്കര ലക്കായിരുന്നു. പിന്നെ ഈ പ്രൊഡക്ഷനും ഭയങ്കര വലിയൊരു പ്രൊഡക്ഷനായിരുന്നു. അജിത് വിനായക പ്രൊഡക്ഷൻസിലാണ് മധുവിധു ഉണ്ടായിരുന്നത്. പൊന്മാനൊക്കെ കഴിഞ്ഞ ഉടനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്തോ ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. ഭയങ്കര സന്തോഷം. എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് കിട്ടുന്ന ഒരു ക്യാരക്ടർ ചെയ്യണം എന്നുണ്ടായിരുന്നു. ഷർഫുക്കയാണ് ഇതിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തോന്നിയൊരു ഫീൽ എന്തായിരുന്നു? ബിന്ദു പണിക്കർ ചേച്ചിയുണ്ട്, ജഗദീഷ് ചേട്ടനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര ടെൻഷനായിരുന്നു. ഷറഫുക്ക എല്ലാം സീനിയർ ആക്ടേഴ്സ് ആയിരുന്നു, ഞാനും കല്യാണി ഒഴിച്ച്. കല്യാണിയുടെയും ഫസ്റ്റ് ഡെബ്യൂ ആയിരുന്നു, എൻ്റെയും. അപ്പോൾ ബാക്കിയെല്ലാവരും, പിന്നെ ഡയറക്ടറേയും വിഷ്ണു ചേട്ടൻ്റെയും ഫസ്റ്റ് സിനിമയായിരുന്നു. അപ്പോൾ ബാക്കി എല്ലാവരും, ഈ സായി അങ്കിള്, പിന്നെ ജഗദീഷ് ചേട്ടൻ, ബിന്ദു പണിക്കർ, ഒരുപാട് പേരുണ്ടായിരുന്നു, ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. വലിയത് ഷർഫുക്ക. അപ്പം ഷർഫുക്കൻ്റെ കൂടെ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് കേട്ടപ്പോഴും വായിച്ചപ്പോഴും എനിക്ക് മനസ്സിലായി. അപ്പം അതിൻ്റെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഷർഫുക്കയുടെ കൂടെ ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടാകുമ്പോൾ നമ്മളത് മാക്സിമം എങ്ങനെ നന്നായിട്ട് പെർഫോം ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ കാരണം ഒരുപാടത് അവർക്കത് ബുദ്ധിമുട്ടാവരുത്, ഒരുപാട് ടേക്ക് പോകരുത് എന്നൊക്കെയുള്ള ആ ഒരു പ്രിപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരുപാട് തവണ സ്ക്രിപ്റ്റ് വായിച്ചു. എൻ്റെ പോർഷൻസ് ഞാനിങ്ങനെ ചുമ്മാ പ്രാക്ടീസൊക്കെ ചെയ്യുമായിരുന്നു ഷൂട്ടിന് മുന്നേ പോകുന്ന ആ സമയത്ത്. പക്ഷേ വൺസ് സെറ്റിൽ വന്നപ്പോഴത്തേക്ക് കംഫർട്ടബിൾ ആയിരുന്നു. അടിപൊളിയായിരുന്നു ആ സെറ്റ്. പിന്നെ ഡയറക്ടറാണെങ്കിലും നമ്മളെ ഭയങ്കര കംഫർട്ടബിൾ ആക്കിയിട്ട് കാര്യങ്ങളൊക്കെ നന്നായി പറഞ്ഞു തന്ന് ഒരു ഫൺ സെറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര പിന്നെ ഓക്കെ ആയിരുന്നു. ആ ഒരു കെമിസ്ട്രി ഒക്കെ വർക്ക്ഔട്ട് ആയപ്പോഴത്തേക്ക് എല്ലാവരുമായിട്ട് ഭയങ്കര ജോളിയായിരുന്നു. അപ്പോൾ വർക്ക് ചെയ്യാനും കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ഷർഫുക്ക എന്ന് പറയുമ്പോൾ പ്രേമത്തിൽ നമ്മൾ കണ്ട ആളല്ല. ഇപ്പോൾ 5-ാം പാതിര ഒക്കെ ലൈക്ക് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ട് ചെയ്തിട്ട്. പിന്നെ ബിന്ദു പണിക്കർ ചേച്ചി ലെജൻഡറി ആക്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാറ്റിയുടെ ശ്രീകൃഷ്ണ പോലത്തെ നക്ഷത്രങ്ങൾക്കൊക്കെ നമ്മൾ ഇപ്പോഴും ഡെയിലി യൂസ് ചെയ്യുന്ന ഓരോ ഡയലോഗ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്.
അപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആൾക്കാരെ നമ്മൾ നേരിട്ട് കാണുകയാണ്. അപ്പോൾ അവരുടെ കൂടെ നമ്മളെങ്ങനെ മിങ്കിൾ ചെയ്യും, ലൈക്ക് അവരുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടാവില്ലേ? അതൊക്കെ എങ്ങനെ ഓവർകം ചെയ്ത്? ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഒരുപാട് അങ്ങനെ കാണിച്ചിട്ടില്ല ടെൻഷൻ ഉള്ളത്. ഞാൻ കുറച്ച് ചില്ലായിട്ട് അവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും മിങ്കിൾ ചെയ്യാൻ നോക്കിയായിരുന്നു. ആദ്യം ചെന്നപ്പോൾ തന്നെ ഞാൻ പിന്നെ പെട്ടെന്ന് ആൾക്കാരോട് മിണ്ടും, പെട്ടെന്ന് സംസാരിക്കും. എനിക്ക് കുറച്ച് എക്സ്ട്രോവേർട്ട് ആണ്. അപ്പം മാക്സിമം നമ്മുടെ ഒരു സ്പേസ് അല്ലെങ്കിൽ അത് ആക്കി എടുക്കുന്ന കൂട്ടത്തില, ലൈക്ക് മിണ്ടും, നന്നായിട്ട് മിണ്ടും. അതുകൊണ്ട് തന്നെ ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് ഡേ ഷൂട്ടിന് തന്നെ കല്യാണിക്ക് അന്ന് ഷോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ബിന്ദു പണിക്കരും മാമും ഉണ്ടായിരുന്നു, സായങ്ങളും ഉണ്ടായിരുന്നു. ബിക്കോസ് കല്ലൂരിൻ്റെ ആദ്യത്തെ ഡേ ഷൂട്ടിന് അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് മിണ്ടിയിട്ടും അവിടെ നിന്ന് കുറച്ച് സെറ്റായിരുന്നു. പിന്നെ ഈ ജഗദീഷ് ഏട്ടൻ്റെ പെർഫോമൻസ് ഇതൊക്കെ നമുക്ക് കാണാൻ അവിടെ നിന്ന് പറ്റി. എനിക്ക് അന്ന് ഷൂട്ടുണ്ടായിരുന്നില്ല, പൂജ ദിവസം ഷൂട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെയൊക്കെ പെർഫോമൻസ് ആദ്യം തന്നെ കാണാൻ പറ്റി. അവർ സിംഗിൾ ടേക്കിൽ ഓക്കെ ആക്കണതും അത്രയും ലെങ്തി ഡയലോഗ് ഒരുമിച്ച് ഇങ്ങനെ പറയാൻ പറ്റുന്നതൊക്കെ. അപ്പോൾ എല്ലാവരുടെ പെർഫോമൻസും കണ്ടിട്ട് ഞെട്ടിയിട്ടിരിക്കാറുണ്ട് അവിടുന്ന്. അപ്പോൾ ടെൻഷൻ വന്നില്ലേ? ഓക്കെ, അവരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, എനിക്കത് പറ്റുമോ? അങ്ങനെ ടെൻഷൻ വന്നായിരുന്നു? പറ്റുമോ എന്നുള്ള ഇത് ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യാൻ വെക്കാറില്ല, അത് ഞാൻ ആലോചിക്കാറില്ല. പറ്റും, അങ്ങനെയാണല്ലോ നമ്മൾ ഇതിൽ വരുന്നത്. പറ്റും എന്നുള്ള അതെ, പറ്റും, നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം, പറ്റും. പക്ഷെ നന്നായിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു. നന്നായിട്ട് ആ ക്യാരക്ടർ നമുക്ക് കിട്ടിയത്, അത് അയ്യോ ആ ക്യാരക്ടർ വേറെ ആർക്കുണ്ടെങ്കിലും ചെയ്യിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പിക്കരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കിട്ടിയത് നന്നായിട്ട് ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഫ്രണ്ട്സിൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു അവരോട് പറയുമ്പോൾ? ഫ്രണ്ട്സ് ആയിരുന്നു ഫസ്റ്റ് നീ എന്തുകൊണ്ട് സിനിമ ട്രൈ ചെയ്തുകൂടാ എന്ന് പറഞ്ഞിട്ട്. ബിക്കോസ് ഞാൻ ഒരുപാട് ഈ ഷോർട്ട് ഫിലിംസ് മ്യൂസിക് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അവർ കാണുന്നുണ്ടല്ലോ. അപ്പം നീ സിനിമയും കൂടി ട്രൈ ചെയ്ത് പറഞ്ഞതേ അവരായിരുന്നു. പിന്നെ ഈ ഒരു ജേർണിയിൽ എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ അമ്മ, അനിയൻ, ഇല്ലെങ്കിൽ ഈ ഫ്രണ്ട്സ് തന്നെയാണ്. ബിക്കോസ് അവരില്ലെങ്കിൽ എല്ലാ രീതിക്കും എൻ്റെ ഈ ഒരു ജേർണിയിലുള്ള എല്ലാ ഫേസിലും അവർ കൂടെ ഉണ്ടായിരുന്നു. ഫിനാൻഷ്യലി ആയിക്കോട്ടെ, മെൻ്റൽ സപ്പോർട്ട് ആയിക്കോട്ടെ, ഫുൾ നമ്മളൊരു പോയിന്റ് എത്തുമ്പം ഇനി മതി ട്രൈ സ്റ്റക്കാവുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കൂടെ നിന്ന് ഇത്രയൊക്കെ ആയില്ലേ, ഇത്രയും വർഷം നീ നോക്കിയില്ലേ, ഇനി എന്തായാലും കിട്ടും, ശരിയാവും എന്ന് പറഞ്ഞിട്ട് ഫുൾ സപ്പോർട്ട് ചെയ്തിട്ട്. അപ്പോൾ പടം ചെയ്തപ്പോൾ അവരായിരുന്നു ഏറ്റവും കൂടുതൽ, എന്നെക്കാളും കൂടുതൽ എക്സൈറ്റ്മെൻറ്റും എന്താ പറയുക ഭയങ്കര ഹാപ്പി ആയിരുന്നത് അവർ തന്നെയായിരുന്നു. അനുവായിട്ട് അങ്ങോട്ട് പറയാണ്ട് അതിന് മുന്നേ നിനക്കത് ട്രൈ ചെയ്തുകൂടെ അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഫാമിലിന്ന് അങ്ങനെ വന്നിട്ടേ ഇല്ല. ഫാമിലിന്ന് ഞാനാണല്ലോ ഫസ്റ്റ് പറയുന്നത്. ഫ്രണ്ട്സിൽ വന്നിട്ടുണ്ട്, ഫ്രണ്ട്സിൽ പറയാറുണ്ട്. ഇപ്പം നമ്മൾ ഈ റീൽസ്, ടിക്ടോക്ക് ആ സമയത്തൊക്കെ പറയുമായിരുന്നു, നീ ട്രൈ ചെയ്യ്, ഇങ്ങനെ ട്രൈ ചെയ്യ്, ഇൻസ്റ്റയിൽ വീഡിയോ ഇട്, അപ്പോഴൊക്കെ അങ്ങനെ വർക്ക് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അനുവിന് എപ്പോഴാണ് തോന്നിയത് ലൈക്ക് മൂവി വേണം, എനിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം? കുഞ്ഞു മുതലേ ഇഷ്ടമാണ്. നമ്മൾ സിനിമകൾ കണ്ട് അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ സിനിമ, അഭിനയം. ബിക്കോസ് ഞാനൊരു ഈ കൾച്ചറൽസിലൊക്കെ പങ്കെടുക്കുന്നതായതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ ഫോക്ക് ഡാൻസ് ഒക്കെ ചെയ്യുമായിരുന്നു. അതിൽ കൂടുതലും ഈ ആക്ടിങ് പരിപാടിയാണല്ലോ. അപ്പോൾ അത് ഭയങ്കര നന്നായിട്ട് ചെയ്യുമായിരുന്നു. ആ സമയം മുതലേ അഭിനയിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഇത് എന്താ പരിപാടി, എങ്ങനെയാണ്, ഇതൊന്നും അറിയാത്ത ഇതുകൊണ്ട് അതിന് ട്രൈ ചെയ്തില്ല. പക്ഷെ വൺസ് റിയലൈസ് ചെയ്തപ്പം നമുക്ക് ഈ ഓഫീസ് ജോബ് അല്ലെങ്കിൽ ഇതല്ല, കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, സിനിമ ട്രൈ ചെയ്തിട്ട് ഒന്നും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പോയിന്റൊക്കെ എത്തിയപ്പം ഞാനായിട്ട് അതിലേക്ക് ഇറങ്ങുമായിരുന്നു. ഐ മീൻ എൻ്റെ ഓൺ ഡിസിഷൻ ആയിരുന്നു സിനിമ എന്നുള്ളത്. ഇപ്പോൾ അനു വരുന്നത് കോഴിക്കോട് നിന്നാണ്. അപ്പോൾ മലബാർ ഏരിയയിലെ ഭാഷ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നോർമലി ഈ എറണാകുളം സൈഡിലൊക്കെയാണ് ഫിലിംസിന് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വടകരയാണല്ലേ മനസ്സിലും, അപ്പോൾ വടകരയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ സ്ലാങ് നല്ല ഡിഫറൻസ് ഉണ്ടാവും. അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു? എനിക്ക് പ്രോപ്പർ കോഴിക്കോട് അല്ലെങ്കിൽ വടകര സ്ലാങ് ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ അതില്ല. എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഹോം ടൗണിലൊന്നും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അവിടുത്തെ ഫ്രണ്ട്സൊക്കെ കുറവാണ്. അങ്ങനെ ആരോടെങ്കിലും സംസാരിക്കുന്നത് അത് എൻ്റെ അമ്മയും അനിയനും അച്ഛനും മാത്രമേ, അല്ലെ ഫാമിലിയിലുള്ളവർ മാത്രം. അതിപ്പോൾ ഡെയിലി നമ്മൾ കോൾ ചെയ്യുന്ന അത്രയല്ലേ ഉള്ളൂ. ബിക്കോസ് ഞാൻ 12th വരെ പഠിച്ചത് പോണ്ടിച്ചേരി ഡിസ്ട്രിക്റ്റിലാണ്, ചാലക്കര എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ കോയമ്പത്തൂരായിരുന്നു. അപ്പോൾ എനിക്ക് മിക്സഡ് ഫ്രണ്ട്സ് ആണുള്ളത്. അതുകൊണ്ട് എല്ലാവരുടെയും സ്ലാങ്ങും കുറച്ചുണ്ട്. നാദാപുരത്തെ അല്ലെങ്കിൽ ഇരിങ്ങണ്ണൂരുടെ അല്ലെങ്കിൽ വടകരയുടെ സ്ലാങ് ഫുള്ളായിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ട് എനിക്കത് ഇല്ല. എന്നുവെച്ചാൽ ഓരോരോ സ്ഥലത്തായിട്ട് നിൽക്കുന്നതുകൊണ്ടായിരുന്നു മൊത്തം വേറെ. അതെ. പിന്നെ ഫ്രണ്ട്സ് ആണെങ്കിലും
നാട്ടിൽ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സും അങ്ങനെയൊന്നും ഇല്ല. അപ്പം വല്ലപ്പോഴാണ് നാട്ടിലേക്ക് പോകുന്നത്. ബിന്ദു ചേച്ചിയൊക്കെ ആണെങ്കിലും സെറ്റില് നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെയാണോ സെറ്റിൽ, അതോ ഭയങ്കര പാവാ. ഭയങ്കര അടിപൊളിയാ. അങ്ങനെ തന്നെയാ, കുറച്ച് നന്നായി മിണ്ടുന്നത്. അല്ല, അടിപൊളിയാണ് അവര്. ഫാമിലി എല്ലാരും സെറ്റിൽ ഉണ്ടാവും. കോമ്പിനേഷൻ ആയിരുന്നു അതിലുണ്ടായിരുന്നു, കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. ഒരു ഹോസ്പിറ്റൽ സീനിൽ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. സയങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മളെ കൂടെ ഫുൾ ത്രൂ ഔട്ട്, ബിക്കോസ് അച്ഛനായിട്ടല്ലേ ചെയ്തത്. അപ്പം എന്റെയും കല്ലൂന്റെയും പപ്പയായിട്ടാ ചെയ്തത്. അപ്പം ത്രൂ ഔട്ട് നമ്മള് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞു തരും സയങ്ങളൊക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ ഇപ്പോ എന്തെങ്കിലും സീൻ ചെയ്യുമ്പോൾ അതിന്റെ പറഞ്ഞൊക്കെ തരും. അതിൽ ഏറ്റവും കൂടുതൽ ആരായിട്ടായിരുന്നു വർക്ക് ചെയ്യാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ഉള്ളത്? ഉള്ള പോർഷൻ ഷറഫിക്ക ആയിട്ടായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. എല്ലാവരുമായിട്ട് വർക്ക് ചെയ്യാൻ കംഫർട്ടബിൾ ആയിരുന്നു. ആരും ഈ പറഞ്ഞ പോലെ സീനിയർ അല്ലാണ്ട് പുതിയ വന്നത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ആ സെറ്റിൽ. എല്ലാവരും ഈക്വൽ ആയിട്ട്. അതാണ് ഒരു ഭയങ്കര ഭാഗ്യം എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഫസ്റ്റ് വർക്കിൽ നമ്മൾ പോകുമ്പോൾ അങ്ങനെ നമ്മളെ കംഫർട്ടബിൾ ആക്കുന്ന ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര, എനിക്കത് പ്ലസ് ആയിട്ട് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ പണ്ടത്തെ ഒരു സിനിമയല്ല ഇപ്പോൾ, ലൈക്ക് പണ്ടൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ജൂനിയേഴ്സിന് വെള്ളം കൊടുക്കുന്ന പോലും സ്റ്റീൽ ഗ്ലാസ്സിലായിരിക്കും, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പോൾ കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഇപ്പൊ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ലൈക്ക് മേ ബി അത് പഴയ സമയത്ത് അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല, ബിക്കോസ് എനിക്കത് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഇല്ല. നമ്മളെ മധുവിധു, ഞാൻ പറഞ്ഞില്ല, ആ പ്രൊഡക്ഷൻ അടിപൊളിയായിരുന്നു. അജിത് വിനായക പ്രൊഡക്ഷൻസ് എല്ലാവരും ഒരേപോലെ ട്രീറ്റ് ചെയ്ത് എല്ലാവരെയും ഒരേപോലെ ആ ഒരു ഭയങ്കരമായിട്ട് അങ്ങനെ ഡിഫറൻസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. എന്താ എനിക്കെന്താ ഇങ്ങനെ അങ്ങനെയൊന്നും നമുക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്യേണ്ട ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും ഒരുമിച്ചായിരുന്നു. ഇപ്പം നമുക്കൊരു ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും, കല്ലു, ഞാൻ, കൗമുദി, അതിൽ വേറൊരു ക്യാരക്ടർ ചെയ്ത കൊച്ച്, പിന്നെ സീമ, അങ്ങനെ എല്ലാവരും നമ്മൾ എന്തെങ്കിലും ഗെയിംസ് ഒക്കെ കളിച്ച് നമ്മൾ ഇപ്പോൾ കാരവനിൽ ഇരിക്കുവാണെങ്കിൽ എല്ലാവരും ഒരുമിച്ചായിരിക്കുന്നത്. അപ്പം അങ്ങനെ വേറെ വേറെ മാറിപ്പോ അതൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും ആദ്യം മലയാളത്തിൽ വന്നിട്ട് തമിഴിൽ പോവാണ്. ഇത് നേരെ റിട്ടേൺ ആണ്, ഓപ്പോസിറ്റ് സൈഡ്. ആദ്യം തമിഴ് പോകുന്നു, പിന്നെ മലയാളത്തിൽ നല്ലൊരു ക്യാരക്ടർ കിട്ടുന്നു. ഓക്കെ, ഇപ്പം തമിഴ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം എക്സ്പീരിയൻസ് എവിടെയായിരുന്നു? എങ്ങനെയായിരുന്നു? ലൈക്ക് ഭാഷ ഡിഫറെൻ്റ് ആണ് എല്ലാം. എൻറ്റയർലി മലയാളം പോലെയല്ല. തമിഴ് ലാംഗ്വേജ് ഇങ്ങനെ സീൻ ഇല്ലായിരുന്നു എനിക്ക്. എന്ന് വെച്ചാൽ ഞാൻ പഠിച്ചത് കോയമ്പത്തൂരാണ്. അപ്പൊ എനിക്ക് തമിഴ് മനസ്സിലാവും, വായിക്കാൻ അറിയത്തില്ല എന്നേ ഉള്ളൂ, മനസ്സിലാവുകയും ചെയ്യും, പറയാനും അറിയും. 5 years ഞാൻ കോയമ്പത്തൂരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് തമിഴ് സിനിമയും കാണുന്നുണ്ടല്ലോ. തമിഴ് ലാംഗ്വേജ് ഒരു ബാരിയർ ആയിട്ട് ഞാൻ അങ്ങനെ വിചാരിക്കാറേ ഇല്ല. ചെറുപ്പത്തിൽ ഞാൻ കന്നഡയിൽ സിനിമ വരെ ചെയ്തിട്ടുണ്ട്. കുറേ നാൾ മുന്നേ, കുറേ വർഷം മുന്നേ. അതുകൊണ്ട് ലാംഗ്വേജ് അങ്ങനെ ഒരു പ്രശ്നമായിട്ട് തോന്നാറില്ല. നമുക്ക് തരുന്നത് എന്തായാലും നമ്മുടെ വല്ല തംഗ്ലീഷിലോ അങ്ങനെയൊക്കെ ആയിരിക്കും എഴുതി തരുന്നത്. അപ്പം അതങ്ങനെ പഠിച്ച് അത് ലിപ്പ് കൊടുക്കുന്നതിന് വലിയ സീൻ ഉണ്ടാവാറില്ല. പിന്നെ തമിഴിൽ പടം ചെയ്യുമ്പം എനിക്ക് തോന്നിയത് ആക്ച്വലി നല്ലതായി. അവിടുത്തെ ഒരു എക്സ്പീരിയൻസും കൂടെ കിട്ടിയപ്പോൾ എനിക്ക് അതും ഒരു പ്ലസ് ആയിരുന്നു. ഇവിടെ പടം ചെയ്യുമ്പം ആദ്യമായിട്ട്, പക്ഷെ അവിടെ ഞാൻ ചെയ്തതെല്ലാം ന്യൂ കമേഴ്സ് ആയിരുന്നു കേട്ടോ. ഹബീബിയിൽ ഈ പറഞ്ഞ പോലെ കസ്തുരാജ സർ മാത്രം ഒരു സീനിയർ ഉണ്ടായിരുന്നുള്ളൂ, ധനുഷിന്റെ അച്ഛൻ. പുള്ളിയാണ് അതിൽ ലീഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കസ്തുരാജ സാറാണ് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാള്. സാറ് ഡയറക്ടർ ആയിരുന്നു, ഇത്രയും ഇയേഴ്സ് ആയിട്ട് ഡയറക്ടർ ആയിരുന്നു. അപ്പം അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മൾ എല്ലാവരും ഫ്രഷ് ഫേസ് തന്നെയായിരുന്നു ആ സിനിമയിൽ. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസും അവിടെ പടം ചെയ്തുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നി. ഇവിടെ വന്ന് ചെയ്തപ്പം കുറച്ചും കൂടി എനിക്ക് അത്ര ക്യാമറ അങ്ങനെ അല്ല, ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നതിന് അത്ര പേടിയൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ തമിഴ് ഇൻഡസ്ട്രിയിൽ പോയി, അതുപോലെ മലയാളത്തിലും. അപ്പോൾ തമിഴിൽ അവരുടെ ഒരു ബിഹേവിയറിൽ ഈ ഒരു ക്യാരക്ടർ കൊള്ളാം, അല്ലെങ്കിൽ അവർ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതി, ഈ പോസിറ്റീവോ നെഗറ്റീവോ, അതുപോലെ മലയാളത്തിലും രണ്ടിനും ഉണ്ടായിരുന്നൊരു അനുഭവം പറയാം. വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയില്ല. രണ്ട് സെറ്റും ഞാൻ പറഞ്ഞില്ല, അത് ഹബീബി ചെയ്തത് ഒരു 3 years ബാക്കാണ്. 3 years ബാക്കായിട്ട് പോലും ഇപ്പോൾ ഉള്ളത്ര പോലും എനിക്ക് മേ ബി കോൺഫിഡൻസ് ഉണ്ടാവില്ല. പക്ഷെ എനിക്കത് തമിഴിൽ ചെയ്യുന്നോ അല്ലെങ്കിൽ ഓക്കെ ആ ഇൻഡസ്ട്രി എങ്ങനെയായിരിക്കും എന്നോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല നല്ല അനുഭവമേ ഉണ്ടായിട്ടുള്ളൂ. അപ്രോച്ച് ഒക്കെ എങ്ങനെയാണ്? നല്ലായിരുന്നു, നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. അത് പടം ഷൂട്ട് ചെയ്യുമ്പോഴും പടം ഷൂട്ട് കഴിഞ്ഞപ്പോഴും ഈ 3 years ആയിട്ട് ഇപ്പോഴാണ് റിലീസ് ആവുന്നത്. അപ്പം ഇപ്പോഴും നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ.
അതേപോലെ തന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് കമ്പയർ ചെയ്യാനൊന്നും പറ്റത്തില്ല. രണ്ടും രണ്ട് ഇൻഡസ്ട്രിയാണ്, രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാർ, രണ്ട് ടൈപ്പ് ഓഫ് കൾച്ചർ, എല്ലാം ഡിഫറെൻ്റ് ആണല്ലോ. പക്ഷേ രണ്ടും രണ്ടിൻ്റെതായിട്ടുള്ള ബ്യൂട്ടി ഉണ്ടായിരുന്നു. രണ്ട് സെറ്റിൽ വർക്ക് ചെയ്യാനും അടിപൊളിയാണ്. എനിക്കിപ്പം ഇനിയും തമിഴ് പ്രൊജക്റ്റ് വന്നാൽ എനിക്ക് ചെയ്യണം എന്നുണ്ട്. ബിക്കോസ് അത്രയും നല്ലതായിരുന്നു അവിടുത്തെ ഓഡിയൻസ്. പടം ഇറങ്ങിയപ്പോൾ ഉള്ള അവരുടെ ഒരു റെസ്പോൺസ്, അവർ നമ്മളെ കാണുന്ന അല്ലെങ്കിൽ അവർ നമ്മളോട് ആ ഒരു അവർക്ക് ഇഷ്ടമായത് പ്രകടിപ്പിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കര അടിപൊളിയാണ്. അവർ ഭയങ്കര എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അത് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മലയാളത്തിലും പടം ഇറങ്ങിയ പിന്നെ ഒരുപാട് നല്ല അപ്രിസിയേഷനും, ഐ മീൻ ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിലും സെറ്റിലും നല്ലതെന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞത് ഓഡിയൻസ്, പിന്നെ അങ്ങനത്തെ ഒരു പടമാണ് ഹബീബി. അത് കുറച്ചും കൂടെ ആൾക്കാർക്ക് ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആവുന്ന ഒരു അങ്ങനത്തെ ഒരു ജോണറ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഡിയൻസ് ഭയങ്കര ഒരുപാട് കരഞ്ഞിട്ട് അങ്ങനത്തെ ഒക്കെ ആൾക്കാരുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ലൈഫിൽ. അത് ഞാൻ നമുക്ക് കാണുമ്പോൾ വിഷമാണെങ്കിലും പക്ഷെ ഞാനത് ഭയങ്കരമായിട്ട് ലൈക്ക് നമുക്കത് കിട്ടുമ്പോൾ അത് എൻജോയ് ചെയ്യുമല്ലോ. അതെ, നമ്മൾ ചെയ്തൊരു കാര്യം അവർക്ക് അത്രയും അവർക്ക് കൊണ്ടു എന്ന് മനസ്സിലാകുമ്പോൾ അവിടെയാണല്ലോ നമ്മുടെ ആ ക്യാരക്ടറിന് ജസ്റ്റിഫൈ ചെയ്തു എന്ന് തോന്നുന്നു. അപ്പം അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. രണ്ടും അടിപൊളിയാണ്. എനിക്ക് രണ്ട് ഇൻഡസ്ട്രിയും, എനിക്ക് എല്ലാ ഇൻഡസ്ട്രിയും ട്രൈ ചെയ്യണമെന്നുണ്ട് കേട്ടോ. തെലുഗു ഒക്കെ ട്രൈ ചെയ്യണമെന്നുണ്ട്. വീട്ടിൽ ഫസ്റ്റ് ആയിട്ട് മൂവി കണ്ടിട്ട് അവരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? വീട്ടിൽ ഫസ്റ്റ് കണ്ടത് മധുവിധമാണ്. മധുവിധം ഇറങ്ങിയതിന് ശേഷമാണ് ഹബീബി ഇറങ്ങിയത്. അപ്പോൾ മധുവിധമാണ് കണ്ടത്. എല്ലാവരും എൻ്റെ നാട്ടിൽ ഐ മീൻ എൻ്റെ ഒരു ഹോം ടൗണിലുള്ള മിക്കവരും എൻ്റെ പടം കണ്ടിട്ടുണ്ട്. ഇതുവരെ തിയേറ്ററിൽ പോകാത്തവർ പോലും പോയിട്ട് കണ്ടിട്ടുണ്ട്, ഈ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ. കാരണം നമ്മുടെ നാട്ടിൽ നിന്നൊന്നും ഇങ്ങനെ കുറച്ചൊരു റിമോട്ട് ഏരിയ ആണ്. അപ്പോൾ അവിടെ നിന്നും നാട്ടിൽ ആരും സിനിമ എന്നൊക്കെ പറയുന്നത് ഭയങ്കര അറിയത്തില്ല അവർക്ക്. അല്ലെങ്കിൽ സിനിമയിൽ ആണോ എന്നൊക്കെ ചോദിക്കുന്നത് ഭയങ്കര വലിയ സംഭവം എന്നുള്ളത്. അപ്പം പടം ഇറങ്ങിയപ്പം ആദ്യം ഫാമിലി എല്ലാവരും പോയി കണ്ടു. പിന്നെ നാട്ടിലുള്ള എല്ലാവരുടെ അടുത്തും പറഞ്ഞപ്പോൾ എല്ലാവരും പോയി കണ്ടു. എല്ലാവരും പോയി കണ്ടിട്ട് അവർക്കൊക്കെ അത്രയും ഓക്കെ. കാരണം വിളിക്കുക മാളു എന്നാണ്. അപ്പം മാളു സിനിമയിലാണോ വർക്ക് ചെയ്യുന്നത് എന്നുള്ള അവർക്ക് വിശ്വാസം വന്നത് പടം ഇറങ്ങിയപ്പോഴാണ്. അതുവരെ ലൈക്ക് എന്തോ ഞാൻ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റയിൽ വീഡിയോ ഇടുന്നു, ഇങ്ങനെ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ സിനിമ ഇറങ്ങിയപ്പോഴാണ് അവർക്ക് വിശ്വാസം വന്നതും അവരത് പോയി എക്സ്പീരിയൻസ് ചെയ്തു. എല്ലാവരും ഓഡിയോ മെസ്സേജിലൂടെ അമ്മയ്ക്ക് അയക്കും, എന്നിട്ട് അമ്മ അതെനിക്ക് ഫോർവേഡ് ചെയ്യും, ഞാൻ ഇരുന്ന് കേൾക്കും. പക്ഷെ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അമ്മ അച്ഛനൊക്കെ എന്ത് പറഞ്ഞു? ലൈക്ക് അവർ അയച്ച ആദ്യത്തെ മെസ്സേജോ അല്ലെങ്കിൽ വിളിച്ചിട്ട് അവർ എക്സ്പ്രസ് ചെയ്തതൊക്കെ ഇപ്പോൾ ഓർമ്മയുണ്ടാവില്ലേ? അമ്മയെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ഫാമിലി അമ്മയ്ക്ക് എല്ലാവരെയും കൊണ്ടുപോയത് കൊണ്ട് എൻ്റെ കൂടെ അല്ല ഫസ്റ്റ് ഷോ കണ്ടത്, അമ്മ നാട്ടിലാണ് കണ്ടത്. അപ്പം അമ്മയ്ക്ക് കണ്ടിട്ട് ഭയങ്കര ഇതായി, എന്നിട്ട് ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് ഇവിടെ വന്നിട്ട് വീണ്ടും എൻ്റെ കൂടെ കാണുമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് കണ്ടിരുന്നു. അച്ഛൻ്റെ ഒരു റെസ്പോൺസ് ആയിരുന്നു എനിക്ക് ഇമോഷണലി ഇതായത്. കാരണം അച്ഛൻ വലുതായിട്ട് സിനിമയുടെ കാര്യങ്ങളൊന്നും അങ്ങനെ അറിയില്ല, ഐ മീൻ അങ്ങനെ അന്വേഷിക്കാത്തത്. പക്ഷെ സിനിമ ഇറങ്ങിയപ്പോൾ അച്ഛൻ ഒറ്റയ്ക്കാണ് പോയി കാണുന്നത്. അച്ഛൻ നാട്ടിൽ വന്ന സമയത്ത് ഇപ്പോൾ വെക്കേഷന് നാട്ടിലുണ്ട്. അപ്പം ഒറ്റയ്ക്ക് പോയി കണ്ടു. ഫസ്റ്റ് എനിക്ക് എന്നെ ഇറങ്ങിയപ്പോൾ തന്നെ വിളിച്ചു. പക്ഷെ ഞാനപ്പം എന്തോ തിരക്കിലായിട്ട് ഫോൺ എടുത്തില്ല. അപ്പം എനിക്ക് മെസ്സേജ് അയച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വേറൊരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞു, മോളെ പടം കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത്രയും ഈ പറഞ്ഞ പോലെ അച്ഛൻ അറിയില്ല ഞാൻ എന്താ ചെയ്തു വെച്ചേ, അല്ലെങ്കിൽ ഞാൻ എന്തിനു വേണ്ടിയിട്ടായി ട്രൈ ചെയ്യുന്നത്, സിനിമയ്ക്ക് ഇത്രയും ഞാൻ പാഷനേറ്റ് ആയെന്ന് അറിയാം. പക്ഷെ അതിൻ്റെ റിസൾട്ട് വരുമ്പം ഓക്കെ യു ഡിഡ് ഇറ്റ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, നമ്മളത് ചെയ്ത് കാണുന്ന റിസൾട്ട്, അതിൽ അച്ഛൻ ഭയങ്കര ഹാപ്പിയായി. ഇപ്പം അച്ഛന് നമ്മൾ ഓരോ ഇൻ്റർവ്യൂസിൻ്റെ ക്ലിപ്സ് അല്ലെങ്കിൽ ഓരോരോ ഇപ്പം ഞാൻ ഹബീബിയുടെ പ്രൊമോഷൻ പോകുമ്പം അവിടെ നമ്മൾ അല്ലെങ്കിൽ നമ്മളെ റിസീവ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതിൻ്റെ വീഡിയോസൊക്കെ വരുമ്പം എല്ലാം ഇരുന്ന് കണ്ട് എല്ലാത്തിനും റിപ്ലൈ ചെയ്ത് അത് എല്ലാവർക്കും അയച്ചു കൊടുക്കും, ഫ്രണ്ട്സിന് എല്ലാവർക്കും. അപ്പം അച്ഛൻ ഇപ്പം എൻ്റെ PR ഏറ്റെടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ഒരുപാട് സന്തോഷത്തോടെ ഭയങ്കര ബ്ലെസ്ഡായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പോൾ അതങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ പ്രൊമോഷൻ്റെ എല്ലാ പ്രോഗ്രാമിനും എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് എനിക്ക് ഇത്രയും നാൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് കിട്ടിയ റിസൾട്ടാണ്. അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ള ഇതുണ്ടായിരുന്നു. ഞാൻ ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു, ലൂക്ക് ആൻഡ് മിയ. അതിലൊരു പ്രൊപ്പോസിങ് സീൻ ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു പോർഷൻ. അപ്പോൾ അതുപോലെ വേണ്ടേ ഒരു റിലേഷൻഷിപ്പ് എന്താണ് ഇപ്പം അതൊന്നും നോക്കുന്നില്ല. ബിക്കോസ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുക.
നമ്മൾ ഒരുപാട് വർഷമായിട്ട് ഇതിൻ്റെ പുറകെയാണ്. അപ്പം അതിൻ്റെ ഒരു റിസൾട്ട്, അതിൻ്റെ ഒരു ഇനിയും ചെയ്യണം. ലൈക്ക് നമ്മൾ ഇതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് സിനിമ ചെയ്തുകൊണ്ടായില്ല, ഇനി ഒരെണ്ണം ഇറങ്ങാനുണ്ട് മലയാളത്തിൽ തന്നെ. അപ്പം അതൊന്നും കൊണ്ടായില്ലല്ലോ. നമ്മുടെ ബെസ്റ്റ് കൊടുത്തു എന്ന് നമുക്കൊരു ഓക്കെ, ഇനിയും ബെസ്റ്റ് എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പം നല്ല പ്രൊജക്ട്സ് നോക്കുന്നു, അതാണ് ഇപ്പം മെയിൻ പരിപാടി. അതൊക്കെ ഒന്ന് കഴിഞ്ഞ് നമ്മളൊന്ന് ഓക്കെ, നമുക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നല്ല ക്യാരക്ടർ ചെയ്തു, ആൾക്കാർ ഓർത്ത് വെക്കുന്ന ഒരു സാധനം ഞാൻ ചെയ്തു എന്നൊക്കെ തോന്നുന്ന സമയത്ത് എൻ്റെ ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് അതെ അങ്ങനെ പോവാന്ന് വിചാരിക്കും. ക്രഷ് ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ കോളേജിൽ, സ്കൂളിൽ? ക്രഷല്ല, കോളേജിലുണ്ടായിരുന്നു, റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബ്രേക്കപ്പ് ആയതിനു ശേഷം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ദുബായിൽ പോയി. പിന്നെ അത് കഴിഞ്ഞ ഉടനെ ആയിരുന്നു എനിക്ക്, ദുബായിലുള്ള സമയത്തായിരുന്നു ഈ സിനിമാ ഭ്രാന്തൊക്കെ വന്ന്. ഐ മീൻ എനിക്ക് സിനിമ ചെയ്യണം, ജോലിക്ക് വിടണം എന്നൊക്കെ ഉള്ള. അപ്പം ഓൾറെഡി ഞാനൊരു റിസ്ക് എടുത്തിട്ടാണ് വന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ പോയി നമ്മൾ മൈൻഡ് ഡിസ്ട്രാക്റ്റ് ആയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം കൊണ്ട് എൻ്റെ ഫോക്കസ് പോകണ്ടെന്ന് ഓർത്ത് പിന്നെ ഞാൻ ഓക്കെ സിനിമ ഫോക്കസ് ചെയ്യാം, സിനിമയിൽ എന്തെങ്കിലും ആവാൻ പറ്റും എന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് പോയി. ഒരുപാട് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്സ് ഉണ്ട്, ലൈക്ക് സിറ്റുവേഷൻഷിപ്പ്, പല ഷിപ്സ് ഉണ്ട്. അപ്പോൾ ഒരു ജെൻസി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്സിനോടാണോ അതോ 19s ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സാധനമാണോ ഇഷ്ടം? ടു ബി ഹോണസ്റ്റ്, ഞാനൊരു ഭയങ്കര ഫാമിലി പേഴ്സണാണ്. എനിക്ക് അങ്ങനത്തെ സ്ട്രോങ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സ്ട്രോങ് ബോണ്ടൊക്കെ ഭയങ്കര വാല്യൂ ചെയ്യുന്ന ആളാണ്. മേ ബി ഇത് തെറ്റ്, അത് ശരിയെന്നൊന്നല്ല പറയുന്നത്. ഞാൻ കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ്. എന്നെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും നീ മറ്റേ പഴയ ആൾക്കാരെ പോലെയാണല്ലോ എന്നൊക്കെ പറയും. അപ്പം ഞാൻ അങ്ങനത്തെ ഒരാളാണ്. എനിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതും ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകണം, കല്യാണം കഴിക്കണം, ലൈക്ക് നല്ല ഫാമിലി ബിൽഡ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയുള്ള ആളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ചുമ്മാ ഇങ്ങനെ റിലേഷൻഷിപ്പ് അത് പോട്ടെ വേറെ അങ്ങനെ അല്ല, ഭയങ്കര കുറച്ച് എടുക്കുന്ന കൂട്ടത്തില്ല, ഭയങ്കര ഞാൻ ഇമോഷണലി കണക്റ്റഡ് ആവുന്ന ആളാണ്. വിൻഡപ്പിലോട്ട് ഇറങ്ങുന്ന ടൈമുണ്ട്. അതെ, ടൈമുണ്ട്. അപ്പോൾ വീട്ടിലൊക്കെ എങ്ങനെയാ, ലൈക്ക് റിലേഷൻഷിപ്സ് ഒക്കെ പറയുമ്പോൾ അവർ ഓക്കെ അൺഅക്സെപ്റ്റ് ചെയ്യുന്ന ടൈപ്പാണോ അതോ? എൻ്റെ വീട്ടിൽ ഭയങ്കര കൂളാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ സിനിമയുടെ കാര്യം പറയാൻ ധൈര്യമുള്ളത് അതുകൊണ്ടാണ്. വേറെ എവിടെന്നെങ്കിലും ആണെങ്കിൽ മേ ബി ഇത് പറയാൻ പോലും, എസ്പെഷ്യലി മലബാർ ഏരിയ, അതാ പറഞ്ഞത്, എൻ്റെ ആ ഒരു സ്ഥലം വെച്ച് നോക്കുമ്പം എൻ്റെ ഫാമിലി ഭയങ്കര ഫോർവേഡാണ്. അത് മേ ബി എൻ്റെ ഒരു ക്യാരക്ടർ കൊണ്ടായിരിക്കും കേട്ടോ, ഞാൻ അങ്ങനെ ആക്കി എടുത്തത് കൊണ്ടായിരിക്കും. ഞാൻ കുഞ്ഞു മുതലേ അങ്ങനെ എൻ്റെ കാര്യങ്ങൾ എനിക്ക് വേണ്ടത് ഞാൻ ചോദിച്ച് വാങ്ങുന്ന കൂട്ടത്തിലാണ്. എനിക്ക് വേണ്ടത് ഞാൻ പറയും, എനിക്ക് വേണ്ടത് ഞാൻ ചോദിച്ച് വാങ്ങുന്ന കൂട്ടത്തിലായതുകൊണ്ട് പഠിക്കുന്ന സമയം മുതൽ എവിടെ പഠിക്കണം, എന്ത് പഠിക്കണം, ഇതൊക്കെ ഞാൻ തന്നെയായിരുന്നു തീരുമാനിച്ചുകൊണ്ടിരുന്നത്. അപ്പം കുറച്ചും കൂടി വെൽക്കമിങ് ആയിരുന്നു എൻ്റെ പാരൻസ്, കുറച്ചും കൂടി അക്കാര്യത്തിൽ ഞാൻ ലക്കിയാണ്. അതുകൊണ്ടായിരിക്കും കുറച്ച് സപ്പോർട്ടീവായിട്ട് അവർക്ക് എന്നെ മനസ്സിലാക്കി എൻ്റെ കൂടെ ഇപ്പം നിൽക്കാൻ പറ്റുന്നതും. നമ്മൾ അറ്റ് ദ എൻഡ് കല്യാണം കഴിക്കണം എന്നുള്ളൊരു സംഭവം നമ്മൾ പറയത്തില്ലേ, എത്ര പേര് കല്യാണം കഴിക്കുന്നില്ല, ഞാൻ കല്യാണമേ കഴിക്കുന്നില്ല എന്നൊക്കെ പറയത്തില്ല. പൊതുവെ ഇപ്പോൾ എല്ലാവർക്കും താല്പര്യമില്ല കല്യാണത്തിനോട്. മാരേജ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റേ വേണ്ടാന്ന് വെക്കുന്ന അങ്ങനെയൊന്നും അങ്ങനെ പറ്റത്തില്ല എന്നേ ഉള്ളൂ. ലൈക്ക് അവർക്ക് ഞാനാണ് വീട്ടിലെ മൂത്ത കൊച്ച്. അപ്പം അച്ഛൻ എപ്പോഴും പറയും, എനിക്ക് നിന്റെ കല്യാണം കാണാനൊക്കെ ഭയങ്കര ആഗ്രഹം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ അങ്ങനെയൊന്നും അച്ഛന് നടത്താൻ പറ്റിയിട്ടില്ലല്ലോ, അച്ഛൻ ഇതുവരെ അങ്ങനത്തെ ഒരു ഫംഗ്ഷനൊന്നും കോർഡിനേറ്റ് ചെയ്തൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും അതിന് ഇങ്ങനെ പറയും, നീ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അങ്ങനെ നിർബന്ധമില്ല. നമ്മളെപ്പോഴാണോ ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് നല്ല ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നമുക്ക് പാർട്ട്ണറെ നമ്മൾ കണ്ടെത്തി എന്ന് പറയുന്ന സമയത്ത് അങ്ങനെ, അല്ലാണ്ട് അവരായിട്ട് കണ്ടെത്തുന്നില്ല. ലൈക്ക് അവരായിട്ട് ഓക്കെ ഞങ്ങളൊരു പ്രപ്പോസൽ കൊണ്ടുവരാം, നീ നോക്കുക, അങ്ങനെയൊന്നും പറയത്തില്ല. ആ കാര്യത്തിലൊക്കെ എൻ്റെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാനാണ് ഏറ്റവും ആ കാര്യത്തിൽ ഭയങ്കര ലക്കി. കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഇപ്പോൾ സെറ്റിൽഡ് ആയിക്കാണോ? കൂടെ ഉള്ളത് കുറച്ച് പേര് ഇങ്ങനെ സെറ്റിൽ ഡൗൺ ആയി, കുറച്ച് പേര് ഇവിടെ ഇല്ല. മോസ്റ്റ്ലി കുറേ പേര് ഇതൊക്കെ ദുബായിലാണ്. അവിടെ തന്നെ നിൽക്കുന്നു. കൊച്ചിയിൽ മെയിനായിട്ടുള്ളത് ഈ സിനിമ റിലേറ്റഡ് അങ്ങനത്തെ ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സും ഇപ്പോൾ ഒരുപാട് കിട്ടി കാണുമല്ലോ, ലൈക്ക് ഈ ഫീൽഡിൽ നിന്ന് തന്നെ. അപ്പം പഴയ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇപ്പോഴും? പഴയ ഫ്രണ്ട്സ് ആയിട്ടാണ് സ്റ്റിൽ എപ്പോഴും കണക്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ ഡെയിലി നമ്മൾ സംസാരിക്കത്തില്ല, മെസ്സേജ് ചെയ്യില്ല, ഇതൊന്നുമില്ല. പക്ഷേ നമ്മൾ മേക്ക് ഷുവർ ചെയ്യും, ഓക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. എപ്പോഴെങ്കിലും വിളിക്കുമ്പോൾ ഒരുപാട് നേരം സംസാരിക്കും. വല്ല ഗ്രൂപ്പ് കോളിലായിരിക്കും, അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിലായിരിക്കും. ദുബായിലേക്ക് ഉള്ള ആൾക്കാർ അങ്ങനെ എന്തെങ്കിലും കോൾ ചെയ്തിട്ട് നമ്മളെല്ലാവരും
ഭയങ്കര സപ്പോർട്ടീവ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന അങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. അപ്പം എനിക്ക് തോന്നുന്നു 12 വർഷമായിട്ടുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ട്. 12 അങ്ങനെയൊക്കെ ഉള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ചെറുപ്പം മുതലേ ഉള്ള ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ കൂടെ 4th മുതൽ പഠിച്ചിരിക്കുന്നത്, LKG മുതൽ പഠിച്ചിരിക്കുന്ന ഫ്രണ്ട്സൊക്കെ ഇപ്പോഴും എല്ലാവരും ഫ്രണ്ട്ഷിപ്സ് അങ്ങനെയാണ്. ഒരു ഗേളിന് ഒരു ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രം മതി, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ ജെൻഡർ ഒക്കെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് എന്താണ്? ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ ഒരു ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോയിനോടൊക്കെ സംസാരിച്ചിരുന്നത്, ക്ലാസ്മേറ്റിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് സ്നീക്കി ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിനകത്തൊരു ജെൻഡർ ബാരിയർ വേണമെന്ന് അതിനെക്കുറിച്ചൊക്കെ എന്താണ്? വീട്ടിലാണെങ്കിലും അങ്ങനെ ഇതുണ്ടാവും. ഞാനതിൽ ഭയങ്കര ഉൾട്ടയാണ്. എൻ്റെ നാട്ടിൽ എന്താണോ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ മലബാർ സൈഡിൽ ഇങ്ങനെയാണെന്ന്, ഞാൻ എപ്പോഴും എല്ലാ കാര്യത്തിലും അതിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഒരുപാട് കുഞ്ഞു മുതൽ ഭയങ്കര ഓപ്പോസിറ്റാണ് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കാര്യങ്ങൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ അപ്രോച്ച് ചെയ്യാറ്. അപ്പോൾ എനിക്കങ്ങനെ ജെൻഡറൊന്നുമില്ല. എനിക്ക് കൂടുതലുള്ളത് ബോയ്സാണ് ഫ്രണ്ട്സൊക്കെ. ഗേൾസും ഒരുപാടുണ്ട്, പക്ഷെ ബോയ്സാണ് കൂടുതലുള്ളത്. എന്ന് വെച്ചാൽ സെൻറ്റ് തെരേസസിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുക നമ്മൾ മാറി മാറിയായിരുന്നു. ലൈക്ക് നമ്മൾ എല്ലാവരുടെ അടുത്തും മിക്സഡ് ആയിട്ടൊക്കെ ഇരിക്കണം. അപ്പോൾ ഓരോരോ സമയം നമ്മൾ സീറ്റ് മാറ്റി മാറ്റി മാറ്റി, അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സാണ്. ഒരേ പൊസിഷനിൽ ഇരിക്കുമ്പോഴാണല്ലോ ആ ഒരു ബെഞ്ചിൽ മാത്രം ഫ്രണ്ട്സ് വരുന്നത്. നമ്മൾ ഇങ്ങനെ റൗണ്ട് ചെയ്യണം. ഇന്ന് ഞാൻ ഇവിടെ ആണെങ്കിൽ നെക്സ്റ്റ് ഡേ അടുത്ത സീറ്റിലായിരിക്കും. അപ്പം എല്ലാവരുമായിട്ട് ബോയ്സിൻ്റെ അടുത്ത് മിണ്ടുന്നതിനോ ബോയ്സിൻ്റെ അടുത്ത് ഇതാക്കുന്നതിനൊന്നും പ്രശ്നമില്ല. വീട്ടിലാണെങ്കിലും പ്രശ്നമില്ല, എനിക്കാണെങ്കിലും അങ്ങനത്തെയാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് എൻ്റെ വീട്ടിലൊക്കെ താമസിക്കാറുണ്ട്. ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലൊക്കെ അവർ വന്നിട്ട് എത്രയും ദിവസം നിൽക്കുന്നവരാ. അവർക്ക് വേണം, ഞാൻ ഇല്ലെങ്കിലും അവരൊക്കെ വന്ന് നിൽക്കും. അപ്പം അങ്ങനത്തെയാ വീട്ടില്. വീട് വേറെ തന്നെയാണ്. നാട്ടിലുള്ള പോലെയല്ല നമ്മൾ വീട്ടിൽ പ്രവർത്തിക്കുന്നത്. വീട്ടിൽ നമ്മളേതായ ഒരു കംഫർട്ടബിൾ സ്പേസ് എന്നുള്ള ഇതിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഓക്കെ എൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട് അവരുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കുഴപ്പമില്ല. ബിക്കോസ് ഞാനൊന്നും അങ്ങനെ ഹൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓക്കെ ഇവരോട് ഞാൻ മിണ്ടാത്ത പോലെ ഇപ്പം കാണിക്കുന്നു അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഫ്രണ്ട്സ് ഉണ്ടോ ഓക്കെ ഫ്രണ്ട്സ് ഉണ്ട്, അത് സമ്മതിക്കുന്നതാണ്. ഒരുപാട് കാലമായിട്ട് പ്രത്യേകിച്ചുള്ള ഇഷ്യൂസ് ഇല്ല, പക്ഷേ എന്നാലും മേ ബി ലൈഫ് ഒരുപാട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പിലോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഇഷ്യൂലോ ഒക്കെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് മാറിപ്പോയിട്ടുണ്ട്. ലൈക്ക് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ട് ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പെന്ന് അങ്ങനെ വേണമെങ്കിൽ പറയായിരിക്കും. ലൈക്ക് ഒരു കാരണവും ഇല്ലാണ്ട് നമ്മുടെ മേ ബി അതിന് ഈഗോ എന്നൊക്കെ പറയാൻ പറ്റുമെന്നൊക്കെ അറിയില്ല. കുഞ്ഞി എന്തെങ്കിലും മുന്നേ കുറേ ഇയേഴ്സ് ബാക്ക് കുഞ്ഞി എന്തെങ്കിലും കാര്യമായിരിക്കും, പക്ഷെ നമ്മളത് രണ്ടുപേരും സോൾവ് ചെയ്യാൻ രണ്ടുപേരും ഓക്കെ നീ ചെയ്യട്ടെ ഞാൻ ചെയ്യട്ടെ, നീ ചെയ്യ് ഞാൻ ചെയ്യുന്ന പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തില്ലേ. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇയേഴ്സ് ആയിട്ട് പോയിട്ടുണ്ട്. എവിടെ പോയി? അങ്ങനെ ഉണ്ടായിരുന്നോ? റിലേഷൻഷിപ്പ് ഉള്ളതേ നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും. റിലേഷൻഷിപ്പ് അതാ പറഞ്ഞ തുടങ്ങി, പക്ഷെ പ്രോപ്പറായിട്ട് മേ ബി ആ ഒരു ഏജിൽ അറിയാത്തതുകൊണ്ടായിരിക്കും എങ്ങനെയാ സംസാരിക്കണ്ടേ, അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു ദിവസത്തെ കൂടുതൽ വെക്കാൻ പാടില്ല, 2 ദിവസം കൂടുതൽ വെക്കാൻ പാടില്ല എന്നൊക്കെ ഇപ്പം പറയത്തില്ല. അതേപോലെ അറിയാൻ പാടില്ലാത്തതുകൊണ്ടായിരിക്കും വെയിറ്റ് ചെയ്തിട്ട് 1-2 ദിവസമല്ല, ലൈക്ക് നമ്മൾ ഇയേഴ്സായിട്ട് മിണ്ടാണ്ടായി പിന്നെ അങ്ങ് പോയി. പിന്നീട് കാച്ചപ്പ് ചെയ്തിട്ടില്ല. ഇല്ല അങ്ങനെ വേണം തോന്നിയിട്ടുണ്ട്, സംസാരിക്കായിരുന്നു അങ്ങനെ അന്നങ്ങ് ചെയ്യാം. അല്ല അത് ആക്ച്വലി ഇപ്പം ആലോചിക്കുമ്പോൾ നമ്മളിപ്പം കുറച്ചും കൂടെ മെച്യൂർഡ് ആയതുകൊണ്ട് ഒരാളോട് ഒരു പ്രശ്നം ഇല്ലാണ്ട് നമ്മളങ്ങനെ മിണ്ടാണ്ടി ഈഗോ എന്നല്ല, മേ ബി നീ എന്നെ മനസ്സിലാക്കണം ഞാൻ എന്നെ മനസ്സിലാക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. അപ്പം എന്തോ കാര്യം കൊണ്ട് മിണ്ടിയില്ല, 2 സൈഡൊന്നും ആ എഫേർട്ട് ഉണ്ടായില്ല. എന്ത് ബേസിക് ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും ഈവൻ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും നമ്മൾ ബേസിക് എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ സോൾവ് ചെയ്യാന്നുള്ളൊരു ബേസിക് കൺസേൺ ഉണ്ടല്ലോ, അത് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ പ്രശ്നം കൊണ്ടായിരിക്കും. രണ്ടുപേരും മേ ബി സെയിം ചിന്താഗതിയുള്ള ആളായിരിക്കും. ഓക്കെ ആരും വിട്ടുകൊടുക്കത്തില്ല എന്ന് വിചാരിക്കുന്ന അങ്ങനെ ആയിരിക്കും ആ സമയത്ത് കേട്ടോ. മേ ബി ഇപ്പം ആണെങ്കിൽ മേ ബി ഞാൻ അതൊക്കെ സോൾവ് ചെയ്യും. ഈഗോ റിലേഷൻഷിപ്സിന് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുമല്ലേ? ഉറപ്പല്ലേ. നമ്മൾ ആരെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സംസാരിക്കണ്ടേ, ആരെങ്കിലുമൊക്കെ ആ ഒരു എഫേർട്ട് ഇടണ്ടേ. ചെറിയ കാര്യമാണ്, പക്ഷെ അത് മോസ്റ്റ്ലി ആരും അങ്ങനെ ചെയ്യാത്തതുകൊണ്ടായിരിക്കും. അന്നൊരു ടൈം കൊടുത്തിട്ടുണ്ടെങ്കിൽ മേ ബി നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായേനെ. പിന്നെ ഒരുപാട് ഗ്യാപ്പ് വന്നാൽ പിന്നെ നമുക്ക് അവരോട് മിണ്ടാനും ബുദ്ധിമുട്ടാവും. ആ സമയത്തുള്ള വ്യൂ ആയിരിക്കത്തില്ലല്ലോ. പിന്നെ കുറേ ഇയേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരാളോട് മിണ്ടാൻ ട്രൈ ചെയ്യുമ്പോൾ അത് വർക്ക് ആവണമെന്നില്ല.
ഗ്യാപ്പ് വന്നു ഓൾറെഡി. ഇപ്പൊ ഹബീബി 3rd വീക്കിലാണ്. ഭയങ്കര അടിപൊളി റെസ്പോൺസ് ആണ്. വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടുണ്ടല്ലോ അതിനകത്ത്. ലൈക്ക് ഇത്രയും ചെറിയ ഏജിൽ അത്രയും ഒരു ഏജ് എല്ലാം കാണിക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരുപാട് എഫേർട്സ് എടുക്കണം. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു? ഹബീബി എനിക്ക് ഫസ്റ്റ് വന്ന പ്രൊജക്റ്റ് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അത് എനിക്ക് വന്നപ്പം ഡയറക്ടർ വിളിച്ചിട്ട് നമുക്ക് തമിഴ് മൂവി ചെയ്യണ്ടേ എന്ന് ചോദിച്ചപ്പം ഞാൻ അതിൻ്റെ ക്യാരക്ടറിനെ കുറിച്ചോ അല്ലെങ്കിൽ അത്രയും വെയിറ്റ് കൂട്ടണം എന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നു. അത്രയും വെയിറ്റ് ഒരു 15-20 കിലോ കൂട്ടണം എന്നോ അല്ലെങ്കിൽ എന്നെ ഏജായിട്ട് കാണിക്കുമെന്നോ അതെനിക്ക് അടുത്ത പ്രൊജക്റ്റിൽ അത് ബുദ്ധിമുട്ടാവുമോ അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല. ബിക്കോസ് എനിക്കൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു, ആദ്യമായിട്ടൊരു സിനിമയിലൊരു സ്റ്റെപ്പ് വെക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ അത് മാത്രമേ നോക്കിയുള്ളൂ. എനിക്കൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു എൻട്രി കിട്ടുക എന്നുള്ള മാത്രമേ നോക്കിയുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ മീര സാറിൻ്റെ അടുത്ത്, ഡയറക്ടർ പേര് മീര കതിരവൻ എന്നാണ്, അപ്പം മീര സാറിൻ്റെ അടുത്ത് ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ആ പ്രൊജക്റ്റിൽ ഇന്നായി നമ്മൾ ആ ഒരു ഏജ് കുറഞ്ഞ സമയത്തുള്ളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഒരു 6 to 7 months നമുക്കൊരു ഗ്യാപ്പ് തന്നിട്ടുണ്ടായിരുന്നു വെയിറ്റ് ഇൻക്രീസ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു 7 months നമ്മളൊരു അതിൽ ഹീറോ 20 kg ഇൻക്രീസ് ചെയ്തു, ഞാൻ 15 kg ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇതെങ്ങനെ ലൈക്ക് ഡയറ്റ് പ്രോപ്പർ ഡയറ്റ്? അതാണ്, ആ ഒരു അത്രയും സമയമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ പ്രോപ്പർ ഡയറ്റൊക്കെ എടുക്കുമ്പം ലേറ്റ് ആവും. ആ ഒരു നല്ല ചബ്ബി ആവണം എന്ന് പറയുന്നത്. ബിക്കോസ് ഏജ് കാണിക്കുമ്പം മേക്കപ്പിൽ മാത്രം ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ക്യാരക്ടർ അത്രയും ഇതാവത്തില്ല എന്ന് പറഞ്ഞായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഏജ് കാണിക്കാൻ വേറൊരു ആർട്ടിസ്റ്റിനെ വെക്കുമ്പോഴും ഓഡിയൻസിൻ്റെ അടുത്ത് ഓക്കെ വേറൊരാളല്ലേ ചെയ്യുന്നത്. അപ്പം ഡയറക്ടർ ആദ്യം പറഞ്ഞിരുന്നു നിങ്ങൾ എന്നെ ചെയ്യണം, നിങ്ങൾ എന്നെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ അത് കണക്റ്റ് ആവും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു 6 to 7 months നമ്മൾ 15 kg ആണ് ഞാൻ ഇൻക്രീസ് ചെയ്തത്. പക്ഷെ ഒരു ഡയറ്റും നോക്കാണ്ട് ഭയങ്കര അൺഹെൽത്തി ആയിട്ടാണ് ഞാൻ ചെയ്തത്. കാരണം എനിക്കിതിനെപ്പറ്റി ഐഡിയ ഇല്ലായിരുന്നു. ഡയറ്റ് നോക്കി ചെയ്യേണ്ടത് ഭയങ്കര ഹെൽത്തി ആയിട്ട് നമുക്ക് വേണേൽ വെയിറ്റ് കൂട്ടാം, പക്ഷെ അതിനൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ അതിന് വേണ്ട മേ ബി ആ സമയത്ത് എനിക്ക് ആ ഒരു ഡയറ്റീഷ്യനെ വെച്ച് അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റിൻ്റെ അടുത്ത് ഡയറ്റ് പ്ലാൻ മേടിച്ച് അങ്ങനെയൊക്കെ ചെയ്യാനും അത്രയും ഫിനാൻഷ്യൽ പരിപാടിയും വേണം. അപ്പം അതിൻ്റെ സപ്പോർട്ടൊന്നും അത്ര ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഞാനാണ് ജോലിയും ഒക്കെ വിട്ടിരിക്കുന്ന സമയത്തല്ലേ. അപ്പം ഞാൻ ഭയങ്കര അൺഹെൽത്തി ആയിട്ട് വീട്ടിൽ നിന്ന് ഒരുപാട് ഈ ഓയിലി അല്ലെങ്കിൽ ഫ്രൈഡ് അല്ലെങ്കിൽ ബിരിയാണി, ഗീ റൈസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, രാവിലത്തിൻ്റെ പഴം നെയ്യിൽ ഇതാക്കിയിട്ട്. അപ്പം വണ്ണം വയ്ക്കാൻ എന്തൊക്കെ അൺഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുമോ അതൊക്കെ കഴിച്ചിട്ടാണ് വണ്ണം വെച്ചിരുന്നത്. 15 kg ഇൻക്രീസ്. നമ്മളൊരു 2 weeks കൂടുമ്പം ഡയറക്ടർക്ക് ഫോട്ടോ അയച്ചു കൊടുക്കണം, എത്രത്തോളം വെയിറ്റ് ബാലൻസ് ഐ മീൻ ഒരു ചേഞ്ച് മനസ്സിലാവുന്നുണ്ടോ, ഫേസിൽ ആ ഒരു ചബ്ബിനെസ് ഒക്കെ വന്നിട്ടുണ്ടോ, കുറച്ചും കൂടെ ഏജ്ഡ് ആയിട്ട് തോന്നുന്നുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു സംഭവം. ഡയറക്ടർ ഇപ്പം ഒരു 15 kg ആയപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെയാണ്, ഇപ്പോൾ ഓക്കെയാണ്, നമ്മളിനി ഷൂട്ട് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ നമ്മളെന്താ പറയുക ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും ചെയ്യാണ്ട് ഇങ്ങനെ കഴിച്ചും ഉറങ്ങിയും റെസ്റ്റ് എടുത്തും വെയിറ്റ് കൂട്ടിയതാണ്. ആ സമയത്ത് എനിക്ക് ഇത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ വൺസ് നമ്മളെ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചത് ഇതിനി ഇങ്ങനെ കുറയ്ക്കും, ഒരുപാട് കഷ്ടപ്പെടണം എന്ന് എനിക്കറിയാം. എന്ന് വെച്ചാൽ ഈ വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ കുറച്ചൊന്നും കഷ്ടപ്പെട്ടാൽ പോരാ. ലൈക്ക് 15 kg അൺഹെൽത്തി ആയിട്ട് കയറ്റിയോണ്ട് ഫാറ്റ് പെർസെൻറ്റേജ് ഭയങ്കര കൂടുതലായിരുന്നു. അങ്ങനെയാണ് ഞാൻ കൊച്ചിയിലേക്ക് മാറിയത്. ഫസ്റ്റ് ഞാൻ നാട്ടിൽ നിന്നാൽ ഞാൻ മേ ബി മടിച്ച് ഇതൊന്നും ചെയ്യത്തില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ കൊച്ചിയിലോട്ടേക്ക് ഷിഫ്റ്റായിട്ട് ഫസ്റ്റ് ചെയ്തത് ഒരു ജിമ്മിൽ ജോയിൻ ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ ഒരു ക്രോസ് ഫിറ്റ് ജോയിൻ ചെയ്തു. അവിടെ നിന്നാണ് കുറച്ച് കൊണ്ടുവന്നത്. പിന്നെ പ്രോപ്പർ വെയിറ്റ് ഒക്കെ എടുത്ത് ആദ്യം ക്രോസ് ഫിറ്റ് മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, കാർഡിയോ മറ്റേ പരിപാടിയും അങ്ങനത്തെയൊക്കെ. പിന്നെ പ്രോപ്പർ വെയിറ്റ് ലിഫ്റ്റ് ഒക്കെ ചെയ്തിട്ട് കുറച്ചതാണ്, അത്രയും കുറച്ചു. മലബാർ ഏരിയ എന്ന് പറഞ്ഞാൽ ഫുഡ് മെയിൻ ആണ് അവിടെ. അപ്പോൾ ഫുഡൊക്കെ എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യുക? എനിക്ക് എല്ലാ ഫുഡും ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്, എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ ഒരു ക്വാണ്ടിറ്റി അങ്ങനെ മനസ്സിലുണ്ട്, ഇത്രേ കഴിക്കണ്ടുള്ളൂ എന്നുള്ളൊരു സാധനം ഉള്ളതുകൊണ്ട് അങ്ങനെ കഴിക്കത്തുള്ളൂ. പക്ഷെ എല്ലാം ട്രൈ ചെയ്യണം. എല്ലാവരും പറയും, ഫ്രണ്ട്സൊക്കെ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നീ അവിടെ പോകണം ഇത് കഴിക്കണം എന്നൊക്കെ പറയുന്ന അത്രയും കഴിക്കും വിചാരിക്കുന്നു. പക്ഷെ നമ്മൾ ഹെൽത്തി ആയിട്ടെന്നല്ല, എല്ലാം കഴിക്കണം. പക്ഷെ ഒരു ക്വാണ്ടിറ്റിയിൽ കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വണ്ണം വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൺട്രോൾ ചെയ്ത് കഴിക്കുകയാണ്. ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ ആക്ടേഴ്സിൽ മമ്മൂട്ടിയും മോഹൻലാലും ചോദിച്ചാൽ എനിക്ക് രണ്ടുപേരും ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഭയങ്കര എനിക്ക്
എനിക്ക് ഭയങ്കര ഇഷ്ടം ലാലേട്ടനെയാണ്. രണ്ടുപേരെയും നല്ല ഇഷ്ടമാണ്. രണ്ടുപേരെയും സിനിമകൾ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. രണ്ടുപേരും അവരുടേതായ ഒരു പരിപാടിയാണ്. പക്ഷേ എനിക്കെന്താ ചെറുപ്പം മുതൽ ലാലേട്ടനെ കുറച്ചും കൂടെ ഒരു പൊടിക്ക് ലാലേട്ടനെ കുറച്ചും കൂടെ ഇഷ്ടം. ഒരു കാര്യം ലൈഫിൽ ഒരു സാധനം ഒരു എന്തെങ്കിലും ഇൻസിഡൻറ്റോ ഓർ എന്തെങ്കിലും ഒരു മൊമെന്റ് അന്ന് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുള്ള ഒരു പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആയിട്ട് ലൈക്ക് അന്നിങ്ങനെ സംഭവിച്ചുകൊണ്ട് ഇന്നിങ്ങനെ ആയി അല്ലെങ്കിൽ അന്ന് വന്നില്ലായിരുന്നേ അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? പോസിറ്റീവായിട്ട് കുറേ കാര്യം തോന്നിയിട്ടുണ്ട്. ഞാനിപ്പോൾ അങ്ങനെ എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പോസിറ്റീവായിട്ട് ഞാൻ എടുക്കത്തുള്ളൂ. ഓക്കെ, മേ ബി അതുകൊണ്ടായിരിക്കും എനിക്ക് അതിലും ബെറ്റർ വരാനായിരിക്കും, അങ്ങനെയൊക്കെ എപ്പോഴും വിചാരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എവിടെ സ്റ്റക്കാകുമ്പോഴും വീണ്ടും വീണ്ടും മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഈ ജോലി ഞാൻ പറഞ്ഞില്ലേ ജോലി വിട്ട ഡിസിഷൻ, അത് ഞാൻ അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ മേ ബി എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ മധുവിധുവും ഇല്ലായിരുന്നു, ഹബീബിയും ഇല്ലായിരുന്നു, ഇനി ചെയ്യാൻ പോകുന്ന പ്രൊജക്ട്സും ഉണ്ടാവില്ല. അറ്റ് പ്രസന്റ് ഇപ്പോൾ നിൽക്കുന്ന സ്റ്റേജിൽ ഓക്കെയാണ്, ഹാപ്പിയാണ്. ഒരു സ്റ്റെപ്പ് വെക്കണം എന്നൊരാഗ്രഹിച്ച് സിനിമ സ്വപ്നം കണ്ട രീതിക്ക് ഞാൻ ഹാപ്പിയാണ്. പക്ഷേ ഇവിടെയല്ല എനിക്ക് എത്തേണ്ടത്. എനിക്ക് ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം. ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആൾക്കാർ ഓർത്ത് വെക്കുന്നത്, പറയുമ്പം ഓർത്ത് വെക്കുന്ന, അല്ലെങ്കിൽ അത്രയും അവരെ കണക്റ്റ് ആവുന്ന പോലത്തെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ അവിടെ എത്തുമ്പോഴായിരിക്കും ശരിക്കും എൻ്റെ ആ ഒരു ഗോൾ അച്ചീവ് ആയി എന്നുള്ള രീതിക്കുള്ള ഹാപ്പിനെസ് കിട്ടുന്നത്. പക്ഷെ ഇപ്പം സ്റ്റിൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഒരു ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചോദിക്കുന്ന ആരുടെ? സെൽഫായിട്ട് ഡിസിഷൻ എടുക്കുമ്പോൾ ആരോടും സപ്പോർട്ട് ചോദിക്കാറില്ല. ഞാൻ എടുത്തിട്ട് പ്ലാൻ ചെയ്തിട്ട് ഓക്കെ നല്ലോണം ആലോചിച്ചിട്ട് ഞാൻ ചെയ്തിട്ടൊക്കെ ഞാൻ ഇത് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഞാനിത് ചെയ്തു അങ്ങനെയാണ് പറയുന്നത്. അല്ലാണ്ട് ഞാനിത് ചെയ്യട്ടെ, ഞാനിത് ഇങ്ങനെ ചെയ്യട്ടെ എന്നുള്ള ഡിപ്പെൻഡബിൾ അല്ല. കുറച്ചും കൂടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെറുപ്പം മുതൽ അങ്ങനെയാണ്. എൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും പക്ഷേ എനിക്ക് വൾണറബിൾ സൈഡും ഉണ്ട്, ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എനിക്ക് ചെറിയ ചെറിയ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആവും. പക്ഷെ വലിയ ഡിസിഷൻ മേക്കിംഗ് പരിപാടിയാണെങ്കിൽ ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്യില്ല, എന്ത് റിസ്ക് കൊടുക്കാൻ റെഡിയാണ്. പക്ഷെ കുഞ്ഞു കാര്യങ്ങളില്ലേ, ലൈക്ക് അത് മേ ബി ഒരു റോഡ് ക്രോസ് ചെയ്യുന്ന കാര്യമായിരിക്കും, അത് ഞാൻ ഭയങ്കര ഡിപ്പെൻഡൻ്റാണ്. ഞാൻ ഒരാളില്ലാണ്ട് ക്രോസ് ചെയ്യത്തില്ല, ഒരാളില്ലാണ്ട് ഒരു പടത്തിന് പോകത്തില്ല, അല്ലെങ്കിൽ ഒരാളില്ലാണ്ട് ഫുഡ് കഴിക്കാൻ വെളിയിൽ പോകത്തില്ല. അതൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ആരെങ്കിലുമൊക്കെ വേണം മിണ്ടാൻ, അല്ലെങ്കിൽ കൂടെ വരാൻ, എന്ത് കാര്യത്തിനാണെങ്കിലും. ഇപ്പം ഒരു ഷൂട്ടിന് പോകണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, അമ്മയോ ആരാണെങ്കിലും എനിക്ക് കൂടെ ആരെങ്കിലും വേണം. ഞാൻ എപ്പോഴും ആലോചിക്കും, ഓക്കെ ഷൂട്ട് കഴിഞ്ഞ് വന്ന് ഞാൻ റൂമിലിരിക്കുമ്പോൾ എനിക്ക് മിണ്ടാരും ഇല്ലല്ലോ, ഭയങ്കര ഇതായിട്ടിരിക്കും. ഒരുപാട് മിണ്ടുന്ന ആളായതുകൊണ്ടായിരിക്കും. അപ്പോൾ അമ്മ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതെന്ന് എപ്പോഴും അമ്മയാണ് ബെസ്റ്റ് ഫ്രണ്ട്. അമ്മ തന്നെയാണ് എപ്പോഴും കൂടെ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഇഷ്ടപ്പെട്ട ആങ്കറിന് ഒരു ഫുഡായിട്ട് ഇപ്പോൾ എനിക്ക് ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ ലാലേട്ടൻ പറയുമ്പോൾ എനിക്ക് നല്ല ചൂട് ജിലേബി പോലെ ലൈക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇഷ്ടപ്പെട്ട ആക്ടറോ അല്ലെ ആക്ട്രസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാം. ആളെ പേര് പറയാം, പറഞ്ഞാൽ മതി. അവർ ആലോചിക്കും പെട്ടെന്ന് എന്താ മൈൻഡ് തന്നെ ഒരു ഫുഡായിട്ട് ഇപ്പൊ ഞാൻ പേര് പറയാം. അപ്പോൾ ആക്ടറുടെ പേര് പറയുമ്പോൾ ഏത് ഫുഡാണ് ആദ്യം ഓർമ്മ പറയണേ? അപ്പൊ ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമില്ലാത്ത ഫുഡ് പറഞ്ഞാലും മതി. മമ്മൂട്ടി പെട്ടെന്ന് മമ്മൂക്ക എന്ന് പറയുമ്പം എനിക്ക് ഫുഡല്ല ഓർമ്മ വരുന്നത്, ഹെൽത്തി എന്ന് പറയാനാണ്. ബിക്കോസ് ഭയങ്കര എപ്പോഴും ഇന്റർവ്യൂസിലൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടല്ലോ, എല്ലാം നമ്മൾ കഴിക്കണം, പക്ഷെ ഹെൽത്തി ആയിട്ടാ എന്നപ്പോ നമുക്ക് ഒരുപാട് നാള് കഴിക്കാമെന്ന് പറയുന്ന അത് ഓർമ്മ വരുന്നത്. ലാലേട്ടനാണെങ്കിൽ ഭയങ്കര സ്വീറ്റ് ഉള്ള എന്ത് ഫുഡും പുള്ളിക്ക് ചെയ്തു. ലാലേട്ടനാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്ന റെസിപ്പീസും അതുപോലത്തെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ലൈക്ക് കാരമൽ ബനാന അങ്ങനത്തെ കുറേ സാധനം ട്രൈ ചെയ്തില്ല. അപ്പോൾ എനിക്കെപ്പോഴും അത് ഭയങ്കര ഇഷ്ടമാണ്. സ്വീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ലാലേട്ടൻ അങ്ങനത്തെ കുറേ റെസിപ്പിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് സ്വീറ്റ്സ് എന്തും. ദിലീപേട്ടൻ എല്ലാം കൂടി ഒരു സദ്യ എന്നൊക്കെ പറയാൻ കാരണം വേറെ ഭയങ്കര ഡിഫറെൻറ്റ് ക്യാരക്ടർ ചെയ്യുന്ന ആളാണല്ലോ. ഓരോ സിനിമയിൽ കണ്ട ആളായിരിക്കില്ല. പഴയ വെച്ച് നോക്കുമ്പോൾ അയ്യോ ഒരുപാട് ഡിഫറെൻറ്റ് പരിപാടി ചെയ്തുകൊണ്ട് എല്ലാം ഉണ്ട്. ഇപ്പം ദിലീപേട്ടൻ്റെ പ്ലേറ്റിൽ എല്ലാം ഉണ്ട്, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പം ഞാൻ കുറച്ച് പേര് പറയാം. അതിൽ ഇവരുടെ കൂടെ ഏതൊക്കെ റോളിൽ ഇനി അഭിനയിക്കണം, ഇങ്ങനെ സ്ക്രീൻ ഷെയർ ചെയ്യണം? ബേസിൽ ജോസഫിന്റെ ഹീറോയിനായിട്ട്. പിന്നെ ടോവിനോട് ഹീറോയിൻ ആവാൻ പറ്റുമോ അറിയില്ല, ഇല്ലെങ്കിൽ വല്ല ഫ്രണ്ടോ സിസ്റ്ററോ
ഇനിയിപ്പം വല്ല എക്സോ ആരെങ്കിലും ആവട്ടെ. ഓക്കെ, ലാലേട്ടൻ്റെ കൂടെ ആണെങ്കിൽ എന്തായാലും ഓക്കെയാണ്. ലാലേട്ടൻ്റെ കൂടെ എനിക്ക് ഞാൻ വേറൊരു ഇന്റർവ്യൂവിലും പറഞ്ഞായിരുന്നു, ഞാൻ എപ്പോഴും പറയില്ല, ഏതെങ്കിലും ഒരു ചെറിയ സ്ക്രീൻ ഷെയർ ചെയ്താലും ഐ എം ഹാപ്പി. പൃഥ്വിരാജ് രാജുവേട്ടൻ്റെ സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്യണം, നല്ല കിടിലം ക്യാരക്ടർ ചെയ്യണം. ഇനി വേറെ എന്തെങ്കിലും റോൾസ് ചെയ്യണമെന്നുണ്ട്, ലൈക്ക് ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്യാരക്ടേഴ്സോ ഓർ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്? ഇമോഷൻ പരിപാടി, ഐ മീൻ കുറച്ച് ഇമോഷണലി ഉള്ള സാധനങ്ങൾ, നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ ലവ് സബ്ജക്റ്റ്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോമഡി എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്തു നോക്കണം. അങ്ങനെ ഒരു സാധനം വന്നാൽ ചെയ്തു നോക്കണം. മഞ്ജു ചേച്ചിയുടെ കൂടെ മോളായിട്ട്, ഇല്ലെങ്കിൽ അനിയത്തിയായിട്ട്, ആണെങ്കിലും നമുക്ക് ഏത് ക്യാരക്ടർ ആണെങ്കിലും നമ്മൾ ഓക്കെ ആണല്ലോ. സന്തോഷ് പണ്ഡിറ്റിന്റെ കൂടെ എനിക്ക് അഭിനയിക്കണമെന്നൊന്നുമില്ല, വേണ്ടെന്നാ. സന്തോഷ് പണ്ഡിറ്റിന്റെ കൂടെ അഭിനയിക്കണ്ട. ഉർവശി മാമിന്റെ കൂടെ ഇപ്പൊ ഒരെണ്ണം ചെയ്തു, ഹാപ്പി. കോമ്പിനേഷൻ സീൻസ് അങ്ങനെ ഇല്ല നമുക്ക്, പക്ഷെ ഉർവശി മാമിന്റെ സിനിമയിൽ അല്ലെങ്കിൽ മാമിന്റെ ഒരു ഫിലിമിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി, നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തത്. ഇപ്പോൾ മൂവി അല്ല വേറെ തിരക്കൊന്നും ഷൂട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഡേ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? മുന്നേ നേരത്തെ ഒരു നമ്മളൊരു 6 മണിക്ക് എണീറ്റ് ഒരു 7 മണിയാകുമ്പം ജിമ്മിലൊക്കെ പോവും. ജിമ്മിൽ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇടയ്ക്ക് പുറത്തുനിന്ന് കഴിച്ചിട്ടായിരിക്കും വരുന്നത്, ഇല്ലെങ്കിൽ വന്നിട്ട് കുക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിക്കും. അതൊക്കെ കഴിയുമ്പോഴത്തേക്കൊരു സമയമാവും, പിന്നെ ഉച്ചയാവും, പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡ് ഉണ്ടാക്കൽ പരിപാടീസാവും. അതുവരെ പിന്നെ ഫുൾ വീട്ടിൽ തന്നെ ഉണ്ടാവും. സമയം കിട്ടുവാണെങ്കിൽ മൂവി എന്തെങ്കിലും ഒരെണ്ണം കാണും. എല്ലായിടത്തും ചോദിക്കും സജഷൻ, ഞാൻ കാണാത്ത പടങ്ങൾ റെഫർ ചെയ്ത്, ഐ മീൻ റെഫറൻസ് എടുക്കും. അപ്പം അങ്ങനെ അവർ റെഫർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ കാണാറുണ്ടിരുന്ന് ലിസ്റ്റ്. അത് ഞാൻ ഒരു റോണി ചേട്ടനൊക്കെ ഉണ്ട്, എൻ്റെ ഡയറക്ടറാണ്. അപ്പം ചേട്ടനോട് ചോദിക്കും ഏതൊക്കെയാ സിനിമകൾ നല്ലതുള്ളത്, മേ ബി ഞാൻ മിസ് ചെയ്തത്, എന്തായാലും കാണണം എന്നുള്ളത് എന്നൊക്കെ പറയുമ്പോൾ ഒരു ലിസ്റ്റ് തന്നെ അയച്ചു തരും. അപ്പോൾ അതിൽ കണ്ട് ഇങ്ങനെ ടിക്ക് ചെയ്ത് കണ്ടതൊക്കെ അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ബുക്സ് വായിക്കുമായിരുന്നു. ഒരിടെ ബുക്സ് വായിക്കണം എന്ന് കമ്പൽസറി ആയിട്ട് എല്ലാവരും പറയുന്നതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് റീഡിങ് അങ്ങനത്തെ പേഴ്സൺ ഒന്നും അല്ല, പക്ഷെ വേണം എന്നുള്ളത് കൊണ്ട്, നമ്മളത് ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് അറിയുന്നത് കൊണ്ട് വായിക്കുമായിരുന്നു. ഒരു കാസ്റ്റിംഗ് ഡയറക്ടറും പിന്നെ നമ്മുടെ ആക്ടിങ് ക്ലാസ് ഒക്കെ എടുക്കുന്നൊരു വിമൽ ചേട്ടനുണ്ട്. അപ്പം വിമൽ ചേട്ടൻ പറയും വായിക്കണം. അപ്പം ഞാൻ വായിച്ചുകൊണ്ടിരുന്നത് കുറച്ച് ഇംഗ്ലീഷ് ബുക്സും അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ട്. അപ്പം വിമൽ ചേട്ടൻ പറഞ്ഞു, അല്ല, നമ്മൾ മലയാളത്തിൽ പടം ചെയ്യുമ്പോൾ മലയാളം നല്ല ബുക്സ് വായിക്കണം, അപ്പം നമുക്ക് ഡയലോഗ്സ് പഠിക്കാനും ഡെലിവർ ചെയ്യാനും കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ടിപ്സിന് പറ്റുമ്പോഴൊക്കെ കുറച്ച് വായിച്ചിട്ട് വെക്കും. പിന്നെ ഒരിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു പരിപാടിയായിരുന്നു ജേർണലിങ്. അപ്പം അത് കുറച്ച് എഴുതുമായിരുന്നു, പക്ഷെ ഇപ്പം അത് നിർത്തി. എന്ന് വെച്ചാൽ അത് ഫുൾ പരിപാടിയൊക്കെ തെറ്റിയല്ലോ. ഇപ്പം ജിമ്മ് ബ്രേക്കായി, ഈ ജേർണലിങ് പരിപാടിയൊക്കെ ബ്രേക്കായി. അത് നമ്മളിങ്ങനെ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ. അപ്പം നോർമൽ ഡേയ്സിൽ ഇതൊക്കെയാണ് മെയിൻ പരിപാടി. പിന്നെ ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ ഒന്ന് എല്ലാ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ, മോസ്റ്റ്ലി എല്ലാവരും കല്ലൂർ സ്റ്റേഡിയം ആ ഭാഗത്തുണ്ടാവും. അപ്പോൾ അവിടെയാണ് എല്ലാവരും കൂടുന്നതിൽ ഇരിക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും. അങ്ങനെ അതൊക്കെയാണ് യൂഷ്വൽ ഡേയ്സിലുള്ള പരിപാടി. ഷൂട്ടാണെങ്കിൽ പിന്നെ ഇതൊന്നും ഉണ്ടാവില്ല. രാവിലെ 6 മണിക്കാണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആ സമയമാകുമ്പം സെറ്റിലെത്തുന്നു, പിന്നെ അതിൻ്റെ പരിപാടി, അത് വായിക്കുന്നു, പഠിക്കുന്നു. ഈ ബ്രേക്കിൻ്റെ സമയത്ത് മാത്രമാണല്ലോ നമ്മൾ കുറച്ച് നേരം ഇരിക്കുന്നത്. ബാക്കി എല്ലാ സമയത്തും നമ്മൾ വർക്കിലായിരിക്കും. ചില സമയങ്ങളിലാണെങ്കിൽ രാവിലെ വരെയൊക്കെ ഷൂട്ടുള്ള ദിവസം ഉണ്ടാവും, നൈറ്റ് ഷൂട്ടൊക്കെ ഉള്ള ദിവസം. അപ്പോൾ അങ്ങനത്തെ ദിവസം പിറ്റേ ദിവസം നമുക്ക് ബ്രേക്ക് അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ ബ്രേക്ക് തന്നാൽ നമ്മൾ ഫുൾ ഉറക്കവും റെസ്റ്റൊക്കെ ആയിരിക്കും. അങ്ങനത്തെ പരിപാടി. ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ടോ? അപ്പോൾ ആ ഒരു ഫീലൊക്കെ എങ്ങനെയുണ്ടോ? ലൈക്ക് എനിക്ക് തോന്നുന്നു ഇവിടത്തേക്കാളും കൂടുതൽ അത് തമിഴിലാണ്. ബിക്കോസ് ഹബീബി അത്രയും ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് വർക്കായി അവിടെ. അത് കുറച്ചും കൂടിയും അത്രയും റിസീവ് ചെയ്തത് കൊണ്ട് റീസെൻ്റായിട്ട് പോകുമ്പോഴൊക്കെ, ഇപ്പോൾ സ്റ്റിൽ റണ്ണിങ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഞാൻ അവിടെ ഉള്ള സമയത്ത് റീസെൻ്റായിട്ട് പുറത്ത് പോകുമ്പോഴൊക്കെ മനസ്സിലായി. ആ ക്യാരക്ടർ നെയിം ഇപ്പോൾ വിളിക്കണത് തന്നെ, അനുവൊന്നും വിളിക്കാറില്ല. സാലിയ എന്ന് വിളിക്കുന്നവരുണ്ട്, ചാച്ചി എന്ന് വിളിക്കുന്നവരുണ്ട്. അപ്പം അവിടെയാണ് കൂടുതലും അങ്ങനെ. പിന്നെ മധുവിധു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഇവിടുത്തെ എനിക്ക് വലിയ ഐഡിയ ഇല്ല. കാരണം ഇത് കഴിഞ്ഞ ഉടനെ ആയിരുന്നു അതിൻ്റെ ഒരു പരിപാടീസൊക്കെ തുടങ്ങി. അപ്പം ഞാൻ ചെന്നൈയിലായിരുന്നു ലാസ്റ്റ് 1 month ആയിട്ട്. അപ്പം ഞാനിവിടെ വന്ന സമയം തൊട്ട് ശ്രദ്ധിക്കുന്നതായിരുന്നേ,
ലൈക്ക് എങ്ങനെ ഒരാൾക്ക് ഇത്രയും എഫേർട്ട്ലെസ്ലി ഇങ്ങനെ ഇത്രയും മുൻചെത്തിയിട്ടിരിക്കാൻ പറ്റണേ? അയ്യോ, സ്കിന്നൊക്കെ എങ്ങനെയാണ്? സ്കിൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഭയങ്കര മോശം. ഇതിപ്പം ഇപ്പൊ കാണുന്നത് ഇച്ചിരി ബെറ്റർ ആയതാണ്. ഞാൻ ഷൂട്ടിന് പോയപ്പം ഞാൻ തീരെ സ്കിൻ കെയർ ചെയ്യാത്ത ഒരാളാണ്, തീരെ കൺസേൺ അല്ലായിരുന്നു. എല്ലാവരും പറയും ചെക്കന്മാർക്ക് പോലും കുറച്ചും കൂടെ സമയം വേണം റെഡി ആവുന്ന, അത്രയും പെട്ടെന്ന് റെഡി ആവുന്ന ആളായിരുന്നു. അങ്ങനെ ഒന്നും ചെയ്യാണ്ട് മധുവിധയുടെ ഷൂട്ട് നടക്കുമ്പം ഡെയിലി നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡെയിലി നമ്മൾ പ്രൊഡക്റ്റിന്റെ മേലെ വീണ്ടും വീണ്ടും ടച്ച് ചെയ്ത് ഇങ്ങനെ ഇടുമല്ലോ. അപ്പോൾ ഒരു പോയിന്റ് എത്തിയപ്പം എനിക്ക് ലാസ്റ്റ് എനിക്ക് തോന്നുന്നു പാക്കപ്പിൻ്റെയൊക്കെ കുറച്ച് ദിവസം മുന്നേ, അതുവരെ ഒരു കുഴപ്പമില്ലാണ്ടിരിക്കുമായിരുന്നു. പാക്കപ്പിന്റെ കുറച്ച് ദിവസം മുന്നേ ഭയങ്കര അലർജിക്കായി, സ്കിന്ന് ഭയങ്കര അലർജിക്കായി. എനിക്ക് ഭയങ്കര അത് വിഷമമായി. അയ്യോ, നമ്മൾ സ്ക്രീനിൽ കാണുമ്പോഴത്തേക്ക് ആ കുഞ്ഞു കുഞ്ഞു ബംസൊക്കെ അറിയുമല്ലോ എന്നുള്ളത്. അപ്പം തൽക്കാലത്തേക്ക് മെഡിസിനൊക്കെ എടുത്തു, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ വന്നപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ ഓക്കെ, ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കണം, ഓക്കെ അല്ലെ ഒരു പ്രോപ്പർ സ്കിൻ കെയർ ഒന്ന് ഫോളോ ചെയ്യണം, നമുക്ക് പറ്റണ പ്രൊഡക്ട്സ് അത് കുറച്ചാണെങ്കിൽ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യണം എന്നൊക്കെ തോന്നി. ഞാൻ അങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ ഒരു കൺസൾട്ടേഷൻ എടുത്തിട്ട് ആ ഇഷ്യൂസ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്തു. ഇപ്പോൾ കുറച്ച് ബെറ്ററായി, സ്കിൻ കുറച്ച് ബെറ്ററായി. പിന്നെ ഇപ്പോൾ അവർ തന്ന പ്രൊഡക്ട്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും യൂസ് ചെയ്യാണ്ട് അവർ തന്ന മോയ്സ്ചറൈസറും അവർ തന്ന സൺസ്ക്രീനും മാത്രമേ യൂസ് ചെയ്യുന്നു, വേറെ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. പുറത്ത് പോകുമ്പോഴും ഷൂട്ടിനാണ് മെയിൻലി മേക്കപ്പ് പോലും യൂസ് ചെയ്യുന്നത്, അല്ലാത്തപ്പം ഇല്ല. ഈ മോയ്സ്ചറൈസറും സൺസ്ക്രീനും അല്ലെങ്കിൽ മേ ബി ഒരു കോമ്പാക്ട് യൂസ് ചെയ്യും, അത്രേ ഉള്ളൂ. ഞാൻ റീൽസിലൊക്കെ കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിരിക്കും, പക്ഷെ ഭയങ്കര സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു ലുക്ക്, നല്ല രസമായിട്ട് സിമ്പിൾ ആയിട്ട് പോകുന്നു, നല്ലൊരു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റെഡിയാവാൻ മടിയാണ്. എനിക്കിപ്പോൾ ഒരു റീൽ എടുക്കണമെങ്കിൽ പോലും ഇന്നലെ ഞാൻ ഹബീബിയുടെ ഡയറക്ടർ എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ഒരു വീഡിയോ അയച്ചു തന്നിട്ട് പറഞ്ഞു, അനു നമ്മൾ മലേഷ്യയിൽ ഈ നമ്മുടെ പടം റിലീസ് ചെയ്യാൻ പോവാണ്, അപ്പോൾ അതിനൊരു വീഡിയോ ലൈക്ക് DMY ക്രിയേഷൻസിൻ്റെ അവരാണ് ചെയ്യുന്നത് അവിടെ, അപ്പോൾ അതിന് വേണ്ടി ഒരു വീഡിയോ അയച്ചിട്ടാൻ പറഞ്ഞു. ഞാനത് ഇന്നാണ് ആക്ച്വലി അയച്ചു കൊടുത്തത്. എനിക്ക് റെഡിയാവാൻ ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് റെഡിയാവുന്നത് ഇഷ്ടമല്ല, അപ്പം റെഡിയാവാനുള്ള മടി കൊണ്ടും പിന്നെ ഡ്രസ്സ് മാറണം റെഡിയാവണം എന്നൊക്കെ. പക്ഷെ ഞാൻ നോർമൽ ഒരു ഡ്രസ്സിലാണ് എന്നിട്ട് ആ വീഡിയോ എടുത്തത്. എനിക്ക് ഈ ഒരുപാട് മേക്കപ്പ് ഒന്നും ഇടുന്നത് വലിയ താല്പര്യമില്ല. അപ്പം അങ്ങനെ അതുകൊണ്ട് റീൽസ് ഞാൻ അധികം ചെയ്യാത്തത് തന്നെ അതുകൊണ്ടാണ്. വല്ലപ്പോഴും ചെയ്യുമ്പോഴും നോർമലായിട്ട് തന്നെ ചെയ്യും. ഇപ്പം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ഒരുപാട് കമന്റ്സ് വരും, ലൈക്ക് നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും, അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? ഈ പറഞ്ഞ പോലെ അതിൽ നെഗറ്റീവ് കമന്റ്സ് എനിക്കങ്ങനെ വരാറില്ല. അതാണ് എൻ്റെ എനിക്കെന്തോ ഭാഗ്യമുള്ളതെന്ന് തോന്നുന്നു, അതിൽ ഞാൻ രക്ഷപ്പെട്ടു. ഇതുവരേക്കും അങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഒന്നും അധികം കേട്ടിട്ടുമില്ല, അങ്ങനെ വന്നിട്ടില്ല. ഒരു ഓളത്തിന് ഞാനങ്ങനെ ഒരു കംഫർട്ട് സോണിലങ്ങ് പോവുകയാണ്, അപ്പം അത് പിടിക്കും. പിന്നെ ഒരുപാട് അതിൽ കിടന്ന് ഈ സോഷ്യൽ മീഡിയയിലൊന്നും ഒരുപാട് ഞാൻ എന്തെങ്കിലും പോസ്റ്റ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ നോക്കും എന്നല്ലാണ്ട് അതിലധികം സ്ക്രോൾ ചെയ്യൽ പരിപാടി അതിൻ്റെ അധികം കൺസേൺ ആവാറില്ല. എന്ത് കമൻസ് വരുന്നു എന്താണെന്നൊക്കെ എനിക്കറിയുന്ന എൻ്റെ ഫ്രണ്ട്സ് എന്തെങ്കിലും കമൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കും, ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഒരുപാട് അതിൻ്റെ പുറകെ പോകാറില്ല, കുറവാണ്. ഇപ്പോൾ ഡൗൺ ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ സെൽഫായിട്ട് എന്ത് മോട്ടിവേഷൻസാണ് കൊടുക്കുക? ലൈക്ക് ഡൗൺ ആയിട്ടിരിക്കുമ്പം മെയിനായിട്ട് എൻ്റെ പരിപാടി കരയാണ്. കരഞ്ഞ് നല്ലോണം കരയും. എൻ്റെ കൂട്ട് എന്ന് പറയുന്നത് എൻ്റെ റൂമിൻ്റെ എഗെയിൻ ഒരു റൂമിലൊരു ഡ്രസ്സിങ് റൂം പോലെ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതിൽ വലിയ മിററുണ്ട്. ആ വലിയ മിററും ഞാനേ ഉണ്ടാവുള്ളൂ. ഞാൻ മിററിൽ നോക്കി കരയാൻ മിടിക്കുക, ഭയങ്കരമായിട്ട് കരയും. കരഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓക്കെ. നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്ക് ഐ ഫീൽ ബെറ്റർ, ഓക്കെ ആവും. പിന്നെ വളരെ വളരെ കുറച്ച് പേരേ ഉള്ളൂ ഞാൻ അങ്ങനെ വിളിച്ച് പറയുന്നത്. ഓക്കെ എനിക്കിങ്ങനെ ഒരു വിഷമമുണ്ട് അല്ലെങ്കിൽ എനിക്കിങ്ങനെ പറയുന്നത് ഞാൻ ഒരുപാട് അങ്ങനെ ഷെയർ ചെയ്യാറില്ല. എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യുന്ന കൂട്ടത്തിലാണ്, ഒരുപാട് അങ്ങനെ ഷെയർ ചെയ്യാറില്ല. ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ തീരെ പറ്റുന്നില്ലെങ്കിലൊക്കെ 1-2 പേരെടുത്ത് പറയും. അവർക്ക് ഞാൻ വിളിക്കുമ്പോൾ തന്നെ അറിയാം, ബിക്കോസ് ഞാൻ അങ്ങനെ ഫോൺ പേഴ്സണും അല്ല, എപ്പോഴും വിളിക്കത്തില്ല, എപ്പോഴും മെസ്സേജ് അയക്കത്തില്ല. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ ആരെങ്കിലും വിളിക്കുമ്പോൾ ഓക്കെ ഒന്ന് എന്തുകൊണ്ട് അപ്പോൾ ഒന്ന് കേൾക്കണം എന്നുള്ളതിൽ അവർ കേട്ടിരിക്കും. പിന്നെ അവർ പറയുന്ന സൊല്യൂഷനും ഞാൻ എടുക്കില്ല, അതാണ് കോമഡി. എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത്
എനിക്ക് തോന്നിയിട്ട് ഞാൻ തന്നെ സോൾവ് ചെയ്യണം. പക്ഷെ പറയുമ്പോൾ അത് കേട്ടാൽ മാത്രം മതി. സജഷൻസ് എടുക്കും, പക്ഷേ ഡിസിഷൻ. അതെ അതെ അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരുപാട് മൂവി അഭിനയിച്ചു, അതെല്ലാം നല്ല അത്യാവശ്യം നല്ല മൂവീസാണ്. അപ്പോൾ ഈ അഭിനയിച്ചതിൽ കുറച്ചും ബെറ്റർ ആക്കായിരുന്നോ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്നൊന്ന് നന്നായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഹബീബി ഞാൻ പറഞ്ഞില്ലേ 3 years ബിഫോർ ചെയ്തതാണ്. പക്ഷെ നല്ല റെസ്പോൺസാണ്, എല്ലാവർക്കും ഭയങ്കര അടിപൊളിയായി എന്ന് പറഞ്ഞു. ആ ക്യാരക്ടർ അവരങ്ങനെയാണ് എന്നെ വിളിക്കുന്നതും എല്ലാം ഓക്കെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് തന്നെ ഫസ്റ്റ് മൂവി ആണല്ലോ, പിന്നെ വേറെ ഒരു ലാംഗ്വേജിൽ ചെയ്തു, അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഇപ്പൊ ചെയ്യുവാണെങ്കിൽ കാരണം ആ ഒരു ട്രാൻസ്ഫർമേഷനും പരിപാടിയൊക്കെ ഉണ്ട്. അതെനിക്കിപ്പോൾ ചെയ്യുവാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നു ഇതിലും ഈ ചെയ്തതിൻ്റെ ഇനിയും ബെറ്റർ ആക്കി ചെയ്യായിരുന്നു. പക്ഷെ ചെയ്തത് ഞാൻ കണ്ടുവെച്ച് നോക്കുമ്പോൾ നല്ലതാണ്. 3 years ബിഫോർ ചെയ്തെന്നുള്ളതിൽ നല്ലതാണ്. പക്ഷെ മേ ബി ഇപ്പൊ ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ അതൊന്നും കൂടിയും ഞാൻ മൈന്യൂട്ട് കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുമായിരുന്നു എന്ന് തോന്നുന്നു. ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ ഈ ഷൂട്ടിന്റെ പരമായിട്ട് ഷൂട്ട് ബേസ്ഡ് ആയിട്ടേ ഇപ്പൊ ട്രാവലിംഗ് പരിപാടിയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് സെൽഫായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു ഫ്രീ ടൈമിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ഇഷ്ടമില്ല ഇഷ്ടമാണ്. പക്ഷെ അതൊക്കെ വെച്ചേക്കുക ഭാവിയിലേക്ക്. ഞാനിങ്ങനെ പ്ലാൻ ചെയ്യും, ഓക്കെ ഒരുപാട് സിനിമയൊക്കെ ചെയ്ത് ഇടക്കൊന്ന് ബ്രേക്ക് എടുക്കുമ്പോൾ അതെ കുറച്ച് പൈസയൊക്കെ വന്നിട്ട് ഒരുപാട് ട്രിപ്പൊക്കെ പോണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ അതൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ബക്കറ്റ് ലിസ്റ്റ് ഇട്ടേക്കുക. എവിടെയാണ് ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നത്? എനിക്ക് ഫസ്റ്റ് ഞാൻ വീണ്ടും പോകാൻ എനിക്ക് ഇഷ്ടമുള്ളത് ദുബായ് തന്നെയാണ്. ബിക്കോസ് അവിടെ ഞാൻ സെറ്റിൽ ആവണമെന്ന് വിചാരിച്ച ആളാണ്. എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലും അവിടെ ജീവിക്കുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു അവിടെ. പിന്നെ ഈ ഒരു സിനിമ എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് വന്നു. പക്ഷെ വീണ്ടും എനിക്ക് പോകണം എന്നുള്ളത് ദുബായ് ആണ്. പിന്നെ കാണാത്ത എല്ലാ സ്ഥലത്തും പോകാൻ ആഗ്രഹമുണ്ട്. ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പറയുമ്പോൾ അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോകാൻ. പോകണം എന്ന് ആഗ്രഹമുണ്ട്. ഒരുപാട് ട്രാവൽ ചെയ്യണം, അങ്ങനത്തെ സ്ഥലമൊക്കെ വിസിറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി സെൽഫായിട്ടിട്ട് ഡെഡിക്കേഷൻ ആൻഡ് ഹാർഡ് വർക്ക് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വരെ നിൽക്കുന്നത്. അത്യാവശ്യം നല്ല മൂവീസിൽ അഭിനയിച്ചു, എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ബിഗിനേഴ്സിനോട് പറയാനുള്ളത് എന്തായിരിക്കും ഒരു മോട്ടിവേഷൻ? അങ്ങനെ മോട്ടിവേഷൻ കൊടുക്കാനൊന്നുമില്ല. നമ്മൾ ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതിന് കംപ്ലീറ്റ് നമ്മുടെ 100% കൊടുക്കുക എന്നുള്ളതാണ്. ഒരുപാട് പോയിന്റിൽ ബാക്കോട്ടേക്ക് പോകാൻ തോന്നും, പക്ഷെ പോരുത്. നമ്മൾ മാക്സിമം അത് വിട്ട് കളയാണ്ട് പിടിക്കുക. അപ്പം കിട്ടും, ഒരു ദിവസം നമുക്ക് എന്തായാലും ആ ഒരു ഡോർ ഓപ്പണായി കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാട്ടോ. കാരണം 1% പോലും ആദ്യം ഇറങ്ങുമ്പോൾ എനിക്ക് അങ്ങനെ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ട്രൈ ചെയ്യാമെന്നും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് ഓരോ പോയിന്റ് എത്തുമ്പോൾ കിട്ടാണ്ടിരിക്കുമ്പം നമുക്കത് സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ അത് വേണം, അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ കിട്ടും. മടി അങ്ങ് ഒഴിവാക്കാം. അതെ മടി ഉണ്ടാവരുത്. ഓക്കെ, ഇപ്പോൾ പാരൻസിൻ്റെ അടുത്ത് ലൈക്ക് ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്കാരി ആയിട്ടുള്ള സംഭവമാണ്. ആക്ച്വലി അങ്ങനെ സംഭവം ഉണ്ടോ? അത്രത്തോളം സ്കാരി ആണോ ഒരു ആസ് എ ഗേൾ എന്നുള്ള നിലക്കൊക്കെ? എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസും ഉണ്ടായിട്ടില്ല. അതും മേ ബി ഞാൻ അങ്ങനെ നല്ല പ്രൊജക്റ്റ് നോക്കി അല്ലെങ്കിൽ നന്നായിട്ട് അതിനെപ്പറ്റി ആലോചിച്ച് എടുക്കുന്നതുകൊണ്ടായിരിക്കും. അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. പിന്നെ ഡിപ്പെൻസ് അറിയില്ല, നമുക്കതിനെപ്പറ്റി അറിയാത്തത് കൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലും ആലോചിച്ചിട്ടില്ല അങ്ങനെ. ഓക്കെ, ഇപ്പോൾ പാരൻസിനോട് കൊടുക്കാനുള്ളൊരു മോട്ടിവേഷൻ എന്തായിരിക്കും? ലൈക്ക് ഒരു ചാൻസ് നോക്കുന്നു, അവരുടെ പിള്ളേരൊക്കെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം? അനുവിൻ്റെ പാരൻസ് ചെയ്തപോലെ എന്തിന് ട്രൈ ചെയ്യുന്നതായിക്കോട്ടെ, മൂവീസൊന്നുമല്ല, ഇപ്പം അവരുടെ കുട്ടികൾക്ക് ഏത് പരിപാടിയിലേക്ക് ഇറങ്ങണം എന്നൊരു ഇതുണ്ടാകുമ്പം ഫസ്റ്റ് സപ്പോർട്ട് കൊടുക്കേണ്ടത് പാരൻസ് ആണല്ലോ. ബാക്കി എല്ലാവരും പിന്നെയല്ലേ. അപ്പം ബേസിക്കായിട്ട് നമ്മുടെ വീട്ടിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടുമ്പോൾ അത് നമുക്ക് കുറച്ചും കൂടിയും നമുക്ക് എഫേർട്ട് ഇടാനും അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടിയും എല്ലാ കാര്യത്തിലും ഒരു മെൻ്റൽ സപ്പോർട്ട് കൊടുത്താൽ മതി. മേ ബി അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര അടിപൊളി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പാരൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നം ഉണ്ടെങ്കിലും അവർക്ക് എന്നെ മനസ്സിലാവുമായിരുന്നു. ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ പറയുമ്പം അവർക്ക് അറിയായിരുന്നു എൻ്റെ
ഞാൻ അത്രയും സ്ട്രോങ് ആയിട്ട് അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അവർ കൂടെ നിന്നു. അപ്പം അങ്ങനെ കൂടെ നിന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആരും സപ്പോർട്ടിന് ഇല്ലാണ്ടാകുമ്പോഴത്തേക്ക് അതും ഭയങ്കര പ്രശ്നമാണല്ലോ. ഓക്കെ, ഇപ്പോൾ അപ്കമിങ് പ്രൊജക്ട്സ് ഒക്കെ ഏതൊക്കെയാണ്? ഇനി റിലീസ് ആവാനുള്ളത് ഉർവശി മാമിൻ്റെ ഒരു പ്രൊജക്റ്റാണ്, റൂം നമ്പർ 9 എന്ന് പറഞ്ഞിട്ട്. റീസെൻ്റ്ലി റിലീസാണ്. അത് എനിക്ക് തോന്നുന്നു ഒരു ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇനി വരാനുള്ളത്. പിന്നെ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തമിഴിൽ 2 പ്രൊജക്റ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അത് ഓൾമോസ്റ്റ് ഷൂട്ടൊക്കെ പ്ലാൻ ചെയ്തോ? ഇല്ല, അത് ഒരെണ്ണം സ്റ്റോറി കേട്ടിട്ട് സ്ക്രിപ്റ്റ് കേട്ടിട്ടേ ഉള്ളൂ. ഒരെണ്ണം ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഇന്റർവ്യൂവിൻ്റെ ഇടയിൽ ഇപ്പോൾ വിളിച്ചില്ലേ, അപ്പോൾ അവരായിരുന്നു. അതിനിപ്പം പ്രൊഫൈലൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതും ഇങ്ങനത്തെ ഒരു പരിപാടിയാണ്. ലൈക്ക് ഹബീബി പോലത്തെ ഇല്ല, ഒരു വേറെ ടൈപ്പ് ഓഫ് പൊട്ടക്കാളി എന്ന് പറഞ്ഞിട്ടുള്ള ടീമിൻ്റെ ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ അതിങ്ങനെ സംസാരിക്കും. അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് പോകട്ടെ, എല്ലാ കാര്യങ്ങളും. നമ്മുടെ ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത്? ഇപ്പോൾ മധുവിധു ആണെങ്കിലും ഹബീബി ആണെങ്കിലും ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ലൈക്ക് ആസ് എ ബിഗിനർ എന്നുള്ള രീതിയിൽ ഐ എം സോ ഹാപ്പി. അത്രയും ആക്സെപ്റ്റൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും. ഹബീബി ആണെങ്കിൽ ഇപ്പോൾ 3rd വീക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മോസ്റ്റ്ലി എല്ലാവരും പടം കണ്ടിട്ടുണ്ട്. കാണാത്തവർ പടങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ആൻഡ് ഇത്രയും അടിപൊളിയായിട്ട് ഇത്രയും നേരം എൻ്റെ കൂടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് സംസാരിച്ച് ആയിഷയ്ക്കും താങ്ക് യു. ആൻഡ് നിങ്ങളുടെ ടീമിനും ഫിലിം സ്റ്റോറി മാൻ എന്നുള്ള ടീമിനും താങ്ക് യു സോ മച്ച്. അടിപൊളി ഇൻ്റർവ്യൂ ആയിരുന്നു. താങ്ക് യു.